നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. സിനിമയെ പേടിക്കുന്നത് ആര്? സിനിമയെ പേടിക്കുന്നത് ആര്? ഇതാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് MP രാജേഷ് MP, ശ്രീ KVS ഹരിദാസ്, സംവിധായകൻ ദീപേഷ് തച്ചോളി, ഒപ്പം ഇന്ന് നിരോധിക്കപ്പെട്ട ഡോക്യുമെൻ്ററി മാർച്ചിൻ്റെ സംവിധായിക കാർത്തു ലൂക്കോസ്, ചലച്ചിത്ര സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ കമൽ എന്നിവർ. ഏറ്റവും ആദ്യം ഇന്ന് ചലച്ചിത്ര അക്കാദമിയുടെ ചലച്ചിത്ര മേളയിലേക്ക് പ്രദർശനാനുമതി നിഷേധിക്കപ്പെട്ട മാർച്ച് എന്ന ഡോക്യുമെൻ്ററിയുടെ സംവിധായിക കാർത്തു ലൂക്കോസ് ഇപ്പോൾ ഇന്ന് കമൽ വാർത്താ സമ്മേളനം നടത്തി പ്രഖ്യാപിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് കാത്തുവിൻ്റേതുൾപ്പെടെ 3 ചിത്രങ്ങൾക്ക് ഈ അന്താരാഷ്ട്ര ഹ്രസ്വ ചലച്ചിത്രമേളയിൽ പ്രദർശനാനുമതി ഇല്ല എന്ന്. ഈ 3 ചിത്രങ്ങൾക്കും ഒരേ സ്വഭാവമാണ് കാണുന്നത്. എന്താണ് കാത്തുവിന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അതെ, ഈ പറഞ്ഞ പോലെ ഈ 3 സിനിമകളും അതിൻ്റെ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതെന്ത് കാരണം കൊണ്ടാണ് അനുമതി നിഷേധിച്ചതെന്നുള്ളത് വ്യക്തമാണ്. പിന്നെ ഇതിപ്പോൾ സിനിമയിൽ മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇത് പല മേഖലകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിൻ്റെ കണ്ടിന്യൂറ്റി തന്നെയാണിത്. കാത്തുവിൻ്റെ ഈ ഡോക്യുമെൻ്ററി ശരിക്കും എന്തിനെ കുറിച്ചാണ്? എൻ്റെ ഡോക്യുമെൻ്ററി JNUവിൽ February 9 ഇൻസിഡൻറ്റിന് ശേഷം നടന്ന സമരങ്ങളെ പറ്റിയിട്ടുള്ള ഡോക്യുമെൻ്ററിയാണ്. അതിനുശേഷം JNUSC 2016 ഇലക്ഷൻ വരെയുള്ള സംഭവങ്ങളാണ് എൻ്റെ ഡോക്യുമെൻ്ററിയിലുള്ളത്. ഈ ഡോക്യുമെൻ്ററി ചിത്രീകരിക്കുമ്പോൾ, ഡോക്യുമെൻ്ററി എന്ന് പറയുമ്പോൾ തന്നെ അത് കൃത്യമായി ഫാക്റ്റുകളെ വെച്ചുള്ളതാണ്. അങ്ങനെ ചിത്രീകരിക്കുമ്പോൾ തന്നെ ഇത് വലിയ വിഷയമാകാൻ സാധ്യതയുള്ളതാണ്. ഇതിന് പ്രദർശനാനുമതിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊരു തോന്നൽ കാത്തുവിനുണ്ടായിരുന്നു? അങ്ങനെ ഞാൻ ആലോചിച്ചിട്ടില്ല. കാര്യം ഇതിനകത്ത് ഇങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഈ INB മിനിസ്ട്രിക്ക് അയച്ചു കൊടുത്ത് എക്സംഷൻ വാങ്ങുന്ന ഒരു പ്രൊസീജിയറിനെ പറ്റിയിട്ട് എനിക്ക് പിടിയില്ലായിരുന്നു. ഞാൻ സെൻസർഷിപ്പിന് അയച്ചിട്ടുമില്ല. അതുകൊണ്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഒരു തീരുമാനം വരും എന്ന് ഞാൻ വിചാരിച്ചില്ല. ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിക്കാണല്ലോ ഇത് അയച്ചു കൊടുത്തത്. അപ്പോൾ അവർ ആവശ്യപ്പെട്ട എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണോ അവിടെ അയച്ചു കൊടുത്തിട്ടുള്ളത്? അതെ, അവിടെ സെൻസർഷിപ്പ് ഇല്ലാത്തവർക്ക് ഒരു സെൽഫ് അറ്റസ്റ്റേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരി, ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ ചലച്ചിത്ര സംവിധായകനും അക്കാദമി ചെയർമാനുമായ കമൽ കൂടി ചേർന്നിരിക്കുന്നു. ശ്രീ കമൽ, ഇന്ന് ഈ വിഷയം മാധ്യമങ്ങളെ അറിയിച്ച താങ്കൾ ഇത് സാംസ്കാരിക അടിയന്തരാവസ്ഥയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് താങ്കളെ കൊണ്ട് അത് പറയിച്ചത്? അല്ല, അത് ഈ സംഭവമായിട്ട് മാത്രം ബന്ധപ്പെട്ടിട്ട് പറഞ്ഞതല്ല. അതൊരു എന്താ പറയാ, നമ്മുടെ ഈ കാലഘട്ടത്തില് നമുക്കെല്ലാം ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥകൾ വെച്ചിട്ട് പറഞ്ഞതാണ്. അപ്പൊ അത് ഈ സംഭവം കൂടി ആവർത്തിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ നമ്മൾ അതിന് ഭയപ്പെടുകയാണ്. അങ്ങനെ ആണെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു അന്തരീക്ഷം നമ്മുടെ പൊതുവെ ഇത്തരം ഫിലിമേക്കേഴ്സിന്റെ ശരി എഴുത്തുകാരുടെ കലാകാരന്മാരുടെ ഇടയിലൊക്കെ അവർക്ക് അങ്ങനെ തോന്നലുണ്ടെന്നുള്ള സത്യം തന്നെയാണ്. അതാണ് ഞാൻ പങ്കുവെച്ചത്. ശ്രീ കമൽ, ഇപ്പോൾ ഇന്ന് ഈ മാർച്ച് അത് കൂടാതെ ദി അൺബെയറബിൾ ബീയിങ് ഓഫ് ലൈറ്റ്നസ്, ഇൻ ദ ഷെയ്ഡ് ഓഫ് ഫോളൻ ചിനാർ, ഇങ്ങനെ 3 ഡോക്യുമെൻ്ററികൾക്കാണ് കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം അനുമതി നിഷേധിച്ചിട്ടുള്ളത്. ഇത് മുൻകാലങ്ങളിൽ ഇല്ലാത്തത് തന്നെയാണോ? അപകടമുണ്ട് എന്ന് താങ്കൾ പറയുമ്പോൾ അത് കൃത്യമായി എങ്ങനെയാണ് താങ്കൾക്ക് അനുഭവപ്പെടുന്നത്? ഈ INB മിനിസ്ട്രിക്ക് സെൻസർ എക്സെപ്ഷൻ ചോദിച്ചിട്ട് എഴുതേണ്ടത് ഇല്ലാത്തതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് എല്ലാ ഫെസ്റ്റിവലുകളും നടക്കുമ്പോൾ അൺസെൻസേർഡ് ഫിലിംസിനെല്ലാം INB മിനിസ്ട്രിയുടെ ഒരു ഇത് കിട്ടണം. നമുക്ക് സെൻസർ എക്സെപ്ഷൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു മെയിലോ അല്ലെങ്കിൽ അവരുടെ ഒരു നോട്ടോ നമുക്ക് കിട്ടണം. ഇതിൽ മാത്രമേ നമുക്ക് ഈ സിനിമകൾ പ്രദർശിപ്പിക്കാൻ പറ്റുള്ളൂ ഫെസ്റ്റിവലുകൾ. ആ ഒരു പ്രൊസീജിയർ അനുസരിച്ചാണ് ഇത്തവണ ഈ ഡോക്യുമെന്ററികളും ഷോർട്ട് ഫിലിംസിന്റെ ഒക്കെ നമ്മൾ അയച്ചത്. ഈ അയക്കുന്ന കൂട്ടത്തിൽ അവർ സിനോപ്സിസ് ആവശ്യപ്പെടും. അപ്പൊ ഈ 3 സിനിമകളുടെ സിനോപ്സിസ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 3 സിനിമകൾ ഒഴിച്ച് ബാക്കി 100ഓളം മറ്റ് സിനിമകളൊക്കെ തന്നെ എക്സെപ്ഷൻ തന്നുകൊണ്ട് അവിടെ നിന്ന് മെയിൽ വന്നു. ഈ 3 സിനിമകളെ ഒഴിവാക്കി പറഞ്ഞു, അത് റിജക്ട് ചെയ്തു. ഈ 3 സിനിമകൾ, ഈ 3 സിനിമകളുടെയും വിഷയവും അതിന്റെ രാഷ്ട്രീയവും വെച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് ഈ ഒരു തോന്നൽ വന്നത്. കാരണം മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല.
മുൻകാലങ്ങളിൽ ഇപ്പൊ 10ാമത്തെ ഡോക്യുമെന്ററി ഫെസ്റ്റിവലാണ് നടക്കുന്നത്. ഈ 9 തവണയും ഇതുപോലെ എക്സെപ്ഷൻ ചോദിച്ചിട്ട് എല്ലാ സിനിമകൾക്കും തന്നിട്ടുണ്ട്. ഇത്തവണ അത് ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം കൂട്ടി വായിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ കമൽ, ഈ ഡോക്യുമെന്ററികൾ കാണുകയോ അതിനെക്കുറിച്ച് അങ്ങയുടെ ടീമിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുകയോ ചെയ്തിട്ടുണ്ടാകണം. അത് അനുസരിച്ച് ഈ ഹ്രസ്വ ചലച്ചിത്രമേളയിലേക്ക് തികച്ചും യോഗ്യമായ പ്രദർശിപ്പിക്കേണ്ട ഡോക്യുമെന്ററികളാണ് എന്ന് വിലയിരുത്തലാണോ അക്കാദമിക്കുണ്ടായിരുന്നത്? തീർച്ചയായിട്ടും. അതിൽ ഈ 2 ഡോക്യുമെന്ററികൾ കോമ്പറ്റീഷനാണ് ഉള്ളത്. അപ്പൊ കോമ്പറ്റീഷന് വളരെ കുറച്ച് സിനിമകളെ സെലക്ട് ചെയ്യുകയുള്ളൂ. നമുക്കറിയാം ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള ഡോക്യുമെന്ററികൾക്കാണ് കോമ്പറ്റീഷൻ ഉള്ളത്. അതിന് 2 സെക്ഷനിൽ പെട്ടതാണ് ഈ 2 ഡോക്യുമെന്ററികൾ. മറ്റേ മൂന്നാമത്തെ മാർച്ച് എന്ന് പറയുന്നത് ഫോക്കസ് എന്ന് പറയുന്ന സെക്ഷനിൽ പെട്ടത്. ഫോക്കസ് ഒന്ന് ഈക്വലി കോമ്പറ്റീഷന്റെ അത്രയും വാല്യൂ ഉള്ളത് തന്നെയാണ്. അപ്പൊ അത്തരം ഇതിലേക്ക് സെലക്ട് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് അതിന്റെ എല്ലാ സാങ്കേതിക മേഖലകളും അതിന്റെ ആവിഷ്കാരമായിട്ടുള്ള രീതികൾ, പൊളിറ്റിക്കൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റീസൺസ്, സാമൂഹ്യ പ്രസക്തി, ഇതെല്ലാം നോക്കിയിട്ടാണ് ഈ സെലക്ഷൻ കമ്മിറ്റി ആ സിനിമകളെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് ഏറ്റവും മേന്മയുള്ള സിനിമകൾ തന്നെ ആയതുകൊണ്ടാണ് അതിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് 3ഉം ഇല്ലാതാകുന്നു എന്ന് പറയുന്നത് മേളയെ സംബന്ധിച്ചുള്ള വലിയ നഷ്ടമാണ്. ഫിലിം മേക്കേഴ്സിനെ സംബന്ധിച്ചുള്ള ഇത് കാണാനുള്ള അവസരം നഷ്ടപ്പെടുന്നു. ഈ ഫിലിം മേക്കേഴ്സിനെ സംബന്ധിച്ചുള്ള അവരുടെ പുരസ്കാരത്തെ ഇതിനുള്ളൊരു വേദിയാണല്ലോ ഈ പറയുന്ന മേളകൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും സെൻസറിനെ കൂട്ടി പടം അയച്ചിട്ടില്ല, മാർക്കുള്ള അയച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സെൻസർ കിട്ടുമെന്നുള്ള കാര്യത്തിൽ അവർ ഭയപ്പെടുന്നുണ്ട്. അവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല വേദിയാണ് ഇത്തരം മേളകൾ എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ ഒരു ചോദ്യം കൂടി ശ്രീ കമൽ, അതായത് കഴിഞ്ഞ അന്താരാഷ്ട്ര ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് നടന്നപ്പോൾ വലിയ കോലാഹലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ചിത്രത്തിൻ്റെ പേരിൽ പ്രത്യേകിച്ച് ഇതുപോലെ സെൻസർ ലഭിച്ചിട്ടില്ലാത്ത ചിത്രം ഇവിടെ പ്രദർശിപ്പിക്കുന്നതിനെതിരായ വലിയ കോലാഹലമുണ്ടായി. അത് പിന്നീട് ഇവിടെ അതിൻ്റെ കോടതിയിൽ നിന്ന് അനുമതി വാങ്ങി ഇവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്തതാണ്. അതുപോലെ ഉള്ള ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ ഈ 3 ഡോക്യുമെന്ററികളുടെ കാര്യത്തിലും പോകേണ്ടി വന്നാൽ അക്കാദമി പോകാൻ ശ്രമിക്കുമോ? നമുക്കെന്ന് വെച്ചാല് ഞങ്ങളിപ്പോ കഴിഞ്ഞ തവണയും ഇപ്പൊ കാബോഡി സ്റ്റേറ്റിലെ സിനിമ പ്രദർശിപ്പിച്ചത് ഞങ്ങള് കോടതിയിൽ പോയിട്ടല്ല, അത് അതിന്റെ ഫിലിം മേക്കർ പോയിട്ടാണ്. ഫിലിം മേക്കർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കോടതിയിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് അതിന്റെ പെർമിഷൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പ്രദർശിപ്പിക്കും. ഇപ്പൊ ഒരു സർക്കാർ സ്ഥാപനം എന്നുള്ള രീതിയിൽ ഒരു ഇൻഡിവിജ്വൽ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കോടതിയിൽ പോകാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ സാങ്കേതികമായ തടസ്സങ്ങൾ ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും ഈ ഫിലിം മേക്കേഴ്സിന് കോടതിയിൽ പോയി അങ്ങനെ ഒരു ഇത് വാങ്ങിക്കും, സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിക്കുന്നത് അക്കാദമി അത് പ്രദർശിപ്പിക്കും. അതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ല. ശരി, ഞാൻ തിരിച്ച് വീണ്ടും ബന്ധപ്പെടാം ശ്രീ കമൽ. ശ്രീ KVS ഹരിദാസ്, ഇതാണ് സ്ഥിതിവിശേഷം. ഇവിടെ സാംസ്കാരിക പ്രവർത്തകരുടെ സൃഷ്ടികൾക്ക് കേന്ദ്ര സർക്കാർ ഏത് രീതിയിലുള്ള മാനമാണ് നൽകുന്നത് എന്നുള്ളത് ഇതാ വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുന്നു. 3 ഹ്രസ്വചിത്രങ്ങൾ ഒരേ സ്വഭാവമുള്ളത് ഇവിടെ പ്രദർശിപ്പിക്കേണ്ട എന്ന തീരുമാനം കേന്ദ്ര മന്ത്രാലയത്തിൽ നിന്ന് വരുമ്പോൾ എന്ത് കരുതണം? ഡോക്ടർ ലാൽ, ഇവിടെ കമലിൻ്റെ വാക്കുകളിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. ഏതാണ്ട് 100ഓളം ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു. അവയിൽ പലതിൻ്റെയും അനുമതി തേടിയിട്ടുണ്ട്. സിനോപ്സിസ് കൊടുത്തു, അനുമതി വാങ്ങി, ഒക്കെ ശരിയാണ്. അപ്പം അതിലൊന്നും ഒബ്ജക്ഷൻ ഉണ്ടായിട്ടില്ല. 3 ചിത്രങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ അനുമതി കിട്ടിയിട്ടില്ല. അതൊരു വസ്തുതയുമാണ്. അതിൽ സ്വാഭാവികമാണ് ആ 3 വിഷയങ്ങളും തർക്ക വിഷയം തന്നെയാണ്. ഞാൻ ചോദിക്കുന്നത് അത് BJPയുടെ നിലപാടല്ല, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കാഴ്ചപ്പാടിൽ തർക്ക വിഷയം തന്നെയാണ് അത്. അതിൻ്റെ 3ലും ഉൾപ്പെട്ടിട്ടുള്ള സാരാംശം അല്ലെങ്കിൽ വിഷയം. ശ്രീ KVS ഹരിദാസ്, സന്ദർഭങ്ങളിൽ ഇടപെട്ട് തന്നെ മുന്നോട്ട് പോകാം. അങ്ങ് ഈ തർക്ക വിഷയങ്ങളല്ലാതെ ചിത്രങ്ങൾ എടുക്കാൻ പറ്റുന്ന കുറച്ച് വിഷയങ്ങൾ ഒന്ന് പറയാമോ? എന്തൊക്കെ എടുക്കണം? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് തീർത്തോട്ടെ, നമുക്ക് അതിലേക്ക് വരാം. ഞാൻ പറഞ്ഞത് JNUവിലെ സമരം തർക്ക വിഷയമാണ്. 2 രോഹിത് വേമുല സംഭവം ഡൽഹി ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലുണ്ടായത്, അതൊരു തർക്ക വിഷയമാണ്. അതുപോലെ തന്നെ കാശ്മീരിലെ സംഭവ വികാസങ്ങൾ, കാശ്മീരിലെ ഇത് വളരെ സെൻസിറ്റീവാണ്. മാത്രമല്ല ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന, ഇന്ത്യയുടെ ഏകതയും ഐക്യത്തെയും ഒക്കെ ബാധിക്കുന്ന വിഷയങ്ങളാണ്.
ഇതേ പ്രശ്നം JNUവിലും ഹൈദരാബാദ് സർവകലാശാലയിലും ഉണ്ടായിരുന്നു എന്ന കാര്യവും കാണാതെ പോകാൻ ഈ സമയത്ത് കഴിയില്ല. കാരണം JNUവിൽ ഉയർന്നതും ഹൈദരാബാദ് സർവകലാശാലയിൽ ഉയർന്നതും ഒരു തരത്തിൽ ദേശവിരുദ്ധമായ അല്ലെങ്കിൽ ഇന്ത്യയുടെ അഖണ്ഡതയെ ചോദ്യം തർക്കമുള്ളത്? ഇതാർക്കാണ് ദേശവിരുദ്ധമാകുന്നത്? ഇതാർക്കാണ് ഇതിവിടെ പ്രദർശിപ്പിക്കേണ്ട? ഇതിങ്ങനെ കിടക്കട്ടെ എന്ന്, ഈ രാമജന്മഭൂമിയൊക്കെ കിടക്കുന്നത് പോലെ അങ്ങനെ കിടക്കട്ടെ വർഷങ്ങളോളം എന്ന തോന്നലുള്ളത്? ലാലെ, ഞാൻ പറഞ്ഞത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നിലപാടുകളാണ്. ഗവൺമെൻറ് അത് പലവട്ടം വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ പാർലമെൻറ്റിൽ അംഗമായിട്ടുള്ള രാജേഷ് ഇവിടെ ഉണ്ടല്ലോ, രാജേഷിന് അത് വ്യക്തമായിട്ട് ബോധ്യമായിട്ടുണ്ടാവണം ഈ കാര്യത്തിലെ ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ. അതിനകത്ത് അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാവാം. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം മാത്രം ലാലിനോട് ചോദിച്ചട്ടെ. ഇന്ത്യയെ വെട്ടിമുറിക്കുക, കാശ്മീരിന് സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന് മുദ്രാവാക്യം വിളിക്കുക ഒരേ സമയത്ത്. അതേ സമയത്ത് തന്നെ അത്തരം വിഷയങ്ങളിലേക്ക് പോകേണ്ട ഒരു ഘട്ടമായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഡോക്യുമെന്ററികൾ ഇപ്പോൾ പ്രദർശിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടുള്ളത് ഇന്ത്യയെ വെട്ടിമുറിക്കുക എന്ന് പറഞ്ഞത് കൊണ്ടാണോ ഈ കാശ്മീരുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററി വേണ്ട എന്ന് പറഞ്ഞത്? JNUവിൽ ദേശവിരുദ്ധ പ്രചരണത്തിന് പിന്തുണ കൊടുക്കുന്നത് കൊണ്ടാണോ ഈ കാത്തു ലൂക്കോസിന്റെ മാർച്ച് പ്രദർശിപ്പിക്കേണ്ട എന്ന് പറഞ്ഞത്? അതിനെന്താണ് കാരണം? അത് പറഞ്ഞിട്ടുണ്ടോ? ലാലെ, ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ ആ ഡോക്യുമെന്ററി കണ്ടിട്ടില്ല. കമൽ ആരും കണ്ടിട്ടില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് അനുമതി നിഷേധിച്ചവരും കണ്ടിട്ടില്ല. സിനോപ്സിസ് വായിച്ചിട്ട് തർക്ക വിഷയമാണെന്ന് KVS പറഞ്ഞതുപോലെ ആരോ തീരുമാനിച്ചിരിക്കുന്നു. രാജാവിനേക്കാൾ രാജഭക്തിയുള്ള ആരോ ഉത്തരവ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. മന്ത്രാലയം പുറത്ത് വിട്ടിരിക്കുന്നു ആ ഉത്തരവ്. ശ്രീ MB രാജേഷ്, പാർലമെന്റ് അംഗമായ താങ്കൾക്ക് മനസ്സിലാകുമെന്നാണ് KVS പറയുന്നത്. ശ്രീ KVS ഹരിദാസ്, താങ്കൾ പൂർത്തിയാക്കൂ. ലാലെ, ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നിയ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഈ മൂന്ന് കേസിലും കൂടുതൽ പരിശോധന വേണമെന്ന് ചിലപ്പോൾ മന്ത്രാലയം തീരുമാനിച്ചതാകാം. ഇതൊക്കെ സെൻസർ ബോർഡിന് പോയിട്ട് സെൻസർഷിപ്പ് കഴിഞ്ഞൊരു സാധനമായിരുന്നെങ്കിൽ ഈ ആശയക്കുഴപ്പം ഉണ്ടാകുമായിരുന്നില്ല. ആ കുട്ടിക്കും അറിയാവുന്നതാണ് ഇത്തരം ഡോക്യുമെന്ററീസ് ആണെങ്കിലും. ശ്രീ KVS ഹരിദാസ്, അവിടെ തർക്ക വിഷയമുണ്ട്. ഞാൻ MB രാജേഷിലേക്ക് പോവുകയാണ്. ഈ സെൻസർ കഴിഞ്ഞത് പൊതുജനങ്ങളിലേക്ക് പ്രദർശനം വരുമ്പോഴാണ് അക്കാര്യത്തിൽ സെൻസർ വേണ്ടെന്ന് തന്നെയുള്ള നിയമം വേണമെന്ന് പറയുന്നവരാണ് ഇവിടെ ഉള്ളത്. എന്നാലും അത് ഇവിടെ പ്രാവർത്തികമാക്കുന്നത് പബ്ലിക് എക്സിബിഷനിലേക്ക് പോകുമ്പോഴാണ്. ശ്രീ MB രാജേഷ്, പാർലമെന്റ് അംഗമായ താങ്കൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകേണ്ടതാണ് എന്നാണ് KVS ഹരിദാസ് കരുതുന്നത്. താങ്കൾക്ക് എന്താണ് മനസ്സിലായത്? പാർലമെന്റ് അംഗം എന്ന നിലയിൽ മാത്രമല്ല, ജനാധിപത്യ ബോധമുള്ള ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാവുന്ന കാര്യം, ഇത് ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിനും നിരക്കാത്തതാണ് എന്നതാണ്. അത് വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ്. ശ്രീ KVS ഹരിദാസ് പറഞ്ഞ് സ്ഥാപിക്കുന്നത് എന്താ? ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഇക്കാര്യങ്ങളിലെല്ലാം വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തിന് എതിരായ വീക്ഷണമുള്ള സിനിമ പാടില്ല, ആ അഭിപ്രായങ്ങൾക്കെതിരായ വീക്ഷണമുള്ള പുസ്തകം പാടില്ല, അതിനെതിരായിട്ടുള്ള ടെലിവിഷൻ സീരിയൽ പാടില്ല, അതിനെതിരായിട്ടുള്ള ചിത്രമോ മറ്റേ കവിതയോ നോവലോ കഥയോ പാടില്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. എത്ര കൂസലില്ലാതെയാണ്, അല്ലെങ്കിൽ അദ്ദേഹം എത്ര സ്വാഭാവികം എന്ന നിലയിലാണ് അദ്ദേഹം പറയുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അങ്ങനെയല്ല. ഞാൻ എങ്ങനെയാണ് അങ്ങ് വ്യക്തമാക്കൂ, എങ്ങനെയാണ് അങ്ങ് ഉദ്ദേശിച്ചതെന്ന്? ശ്രീ KVS, എങ്ങനെയാണ് താങ്കൾ? ഞാൻ പറഞ്ഞത് ഈ രണ്ട് സമരങ്ങളെ കുറിച്ച്, രാജേഷ്, ഞാൻ പറയാം, ഈ സമരങ്ങളിൽ ഉയർത്തിയ വിഷയങ്ങളെക്കുറിച്ച് ഗവൺമെന്റിന് ഡിഫറൻസസ് ഒപ്പീനിയൻ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഈ സിനിമയെക്കുറിച്ച് എനിക്കറിയില്ല എന്താന്ന്. ഞാൻ പറഞ്ഞത് ഈ സമരങ്ങളിൽ ഉന്നയിച്ച വിഷയങ്ങൾ അതൊരു ദേശവിരുദ്ധമായ, രാഷ്ട്രവിരുദ്ധമായ, ഇന്ത്യയുടെ യൂണിറ്റിക്ക് വിഘാതമുണ്ടാക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഈ ക്യാമ്പസുകളിൽ ഉയർന്നിരുന്നു. ആ വിഷയത്തിൽ ഗവൺമെന്റിന് ഒരു നിലപാട് എടുക്കാതിരിക്കാൻ പറ്റില്ല. അതേ ഞാൻ പറഞ്ഞുള്ളൂ. ശ്രീ രാജേഷ്, ഒരു മിനിറ്റ് രാജേഷിലേക്ക് വരുന്നതിന് മുമ്പ്, ഈ കാത്തു ലൂക്കോസ് ആണല്ലോ ഈ ഡോക്യുമെന്ററിയുടെ സംവിധായക. കാത്തു, ഈ ഡോക്യുമെന്ററിയിൽ എന്താണ് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഈ ഡോക്യുമെന്ററിക്കകത്ത് ബേസിക്കലി JNUവിൽ നടന്ന ഇൻസിഡന്റ് ഡോക്യുമെന്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നടന്ന സമരങ്ങളും പബ്ലിക് മീറ്റിംഗ്സും
ഓക്കെ. പിന്നെ ഈ നാഷണൽ ആൻറ്റി നാഷണൽ ഡിബേറ്റാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിച്ചത് ഈ വർക്കിനകത്തൂടെ. അതിനകത്തൊരു പക്ഷം അവതരിപ്പിക്കുന്നുണ്ടോ? അതിനൊരു സംവിധായികയുടെ ഒരു അടിക്കുറിപ്പ് അതിനുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു പക്ഷം ഞാൻ അതിനകത്ത് കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ, അങ്ങനെ വർക്കിനകത്ത് ഉണ്ടാവും, അങ്ങനെ ഒരു എൻ്റെ സ്റ്റാൻഡ് പോയിന്റ് അതിനകത്ത് ഉണ്ടാവും. ശരി. അപ്പൊ ഈ JNUവിലെ സംഭവത്തെ കുറിച്ച് പൊതുവെ നിരീക്ഷകർ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ദേശവിരുദ്ധമാണെന്ന് KVSനെ പോലുള്ളവർ പറയുന്നു. എന്നാൽ ദേശവിരുദ്ധ ശക്തികൾക്കെതിരെ കപട ദേശഭക്തിയുള്ള ആളുകൾക്കെതിരായിട്ടുള്ള സമരമാണ് അവിടെ നടന്നത് എന്നൊരു വാദമുണ്ട്. ഇത് രണ്ടും അതിനകത്ത് അവതരിപ്പിക്കുകയാണോ കാത്തു ചെയ്തത്, അതോ കാത്തുവിൻ്റെതായ ഒരു അഭിപ്രായം അതിനകത്തുണ്ടായിരുന്നോ? അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, കാത്തുവിന് പറയാം. അതെ, ഒരു പരിധി കഴിയുമ്പോൾ ഈ സമരത്തിന്റെ പോരായ്മയും ഞാൻ ഇതിനകത്ത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കൂടുതലായിട്ട് ഈ സമരം എന്തായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വർക്കിനകത്ത് കാണാൻ പറ്റുക. അപ്പൊ അത് എങ്ങനെയോ മനസ്സിലാക്കിയിരിക്കുന്നു ആ കേന്ദ്ര മന്ത്രാലയം. ശ്രീ MP രാജേഷ്, അതാണ് കാത്തു പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സമരത്തെ വിമർശനപരമായി ആവിഷ്കരിക്കുന്ന ഒരു ഡോക്യുമെന്ററിയാണിത് എന്നാണ്. വിമർശനപരമായി അതിൻ്റെ പരിമിതിയും അത് മുന്നോട്ട് വെക്കുന്ന പ്രശ്നങ്ങളുമെല്ലാം അവതരിപ്പിക്കുന്ന ഒരു ഡോക്യുമെന്ററി. എന്തോ ആവട്ടെ, നമ്മളാരും അത് കണ്ടിട്ടില്ല. പക്ഷെ പ്രശ്നം KVS ഹരിദാസ് പറഞ്ഞത് ഇത് തന്നെയാണ്. ഇപ്പോൾ വീണ്ടും അദ്ദേഹം ആവർത്തിച്ചു, രോഹിത് വെമുല ഇഷ്യൂ, അതുപോലെ JNU, കാശ്മീർ, ഇത് മൂന്നിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് തർക്കമുണ്ട് എന്നാണ്. ആരുമായിട്ടാണ് തർക്കം എന്നത് അവിടെ നിൽക്കട്ടെ, തർക്കമുണ്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് തർക്കമുള്ള വിഷയങ്ങളിൽ ആ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നിലപാട്, കാഴ്ചപ്പാട് മാത്രമേ പ്രതിഫലിപ്പിക്കാവൂ എന്നല്ലേ പറയുന്നതിൻ്റെ അർത്ഥം. അതിനെന്ത് ജനാധിപത്യം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുക? അതെങ്ങനെയാണ് ജനാധിപത്യമായി തീരുന്നത്? അത് ഏകാധിപത്യത്തിലേ നടക്കുകയുള്ളൂ. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന്റെ അഭിപ്രായങ്ങൾക്ക് വിരുദ്ധമായ അഭിപ്രായം കൂടി പറയാൻ, അത് സിനിമയുടെ രൂപത്തിലാവാം, അത് മറ്റേതെങ്കിലും കലാമാധ്യമം ഉപയോഗിച്ചുകൊണ്ടാവാം, അത് പ്രസംഗത്തിലാവാം, അത് എഴുത്തിലാവാം, പത്രത്തിലാവാം, ഏത് മാധ്യമത്തിലും ആവാം. അത് സർക്കാരിൻ്റെ അഭിപ്രായങ്ങൾക്ക് വിരുദ്ധമായ അഭിപ്രായം കൂടി പറയാനുള്ള സ്വാതന്ത്ര്യമാണ് ശ്രീ KVS ജനാധിപത്യം എന്ന് പറഞ്ഞാൽ. സർക്കാരിൻ്റെ നിലപാടുകളെ വിമർശിക്കാൻ കൂടിയുള്ളതാണ്. ഏത് മാർഗം ഉപയോഗിച്ചും വിമർശിക്കാൻ, സിനിമയാവാം അല്ലെങ്കിൽ പത്രമാവാം, അങ്ങനെ വിമർശിക്കാൻ കൂടിയുള്ള സ്വാതന്ത്ര്യമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഇവിടെ പിന്നെ വേറൊരു പ്രശ്നം ഇവിടെ അവതരിപ്പിക്കുന്നു, ദേശവിരുദ്ധമാണ് എന്ന് ശ്രീ KVS ഹരിദാസും കൂട്ടരും പറയുന്നു. ആരാ ദേശവിരുദ്ധർ? ഞങ്ങൾ പറയുന്നു KVS ഹരിദാസും കൂട്ടരും എന്ന് പറഞ്ഞാൽ സംഘപരിവാർ, അവരാണ് ദേശവിരുദ്ധർ എന്ന് പറയുന്നു. അതാണ് ഞങ്ങളുടെ വ്യൂ. നിങ്ങൾ തിരിച്ചു പറയുന്നു. അപ്പോൾ ദേശവിരുദ്ധത എന്ന് പറഞ്ഞാൽ ഏതാ അളവുകോൽ എന്താണ്? ഞങ്ങൾ എന്തുകൊണ്ടാണ് ദേശവിരുദ്ധരാണ് നിങ്ങളെന്ന് പറയുന്നത്? ഇന്ത്യ എന്ന ആശയത്തെ ബഹുസ്വരതയിൽ അധിഷ്ഠിതമായ, വൈവിധ്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യ എന്ന ആശയം, ദ ഐഡിയ ഓഫ് ഇന്ത്യ, അതിനെ നിരാകരിക്കുന്നവരാണ് നിങ്ങൾ. അതിന് പകരം ഹിന്ദു രാഷ്ട്രം എന്ന കാഴ്ചപ്പാട് ഉയർത്തുന്നവരാണ്. ഹിന്ദു രാഷ്ട്രം എന്നത് ഇന്ത്യ എന്ന ആശയത്തിന് വിരുദ്ധമാണ്, അത് ദേശവിരുദ്ധമാണ്. അപ്പോൾ ഈ സംഘപരിവാർ പറയുന്ന ദേശ സ്നേഹത്തിന്റെ ഭാഷ സംസാരിക്കുന്ന ചിത്രങ്ങളും അതിന് പറ്റുന്ന എഴുത്തും മാത്രം ഇന്ത്യയിൽ ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ അതൊന്ന് പരിശോധിച്ചിട്ട് അതാണോ എന്ന് നോക്കിയിട്ട് ഇത് പ്രദർശിപ്പിക്കുകയോ റിലീസ് ചെയ്താലും മതി എന്നാണോ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം? ലാലെ, ഒരിക്കലും അങ്ങനെയല്ല. വെറുതെ രാജേഷിന് അങ്ങനെ വ്യാഖ്യാനിക്കാനുള്ള അവകാശമുണ്ട്. ഞാൻ അതിനെ കുറ്റപ്പെടുത്തുന്നില്ല. രാജേഷിൻ്റെതായ നിലപാടുകളും രാഷ്ട്രീയവും ഒക്കെ ഉണ്ട്. അതിനുള്ള അവകാശവും അധികാരമൊക്കെ അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അതല്ല പ്രശ്നം. നമുക്ക് ഭരണഘടന അനുവദിച്ചിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആർക്കും എഴുതാനുള്ള അധികാരമുണ്ട്, പ്രദർശിപ്പിക്കാനുള്ള അധികാരമുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ ആ സ്വാതന്ത്ര്യം ഒരു നിയന്ത്രണമില്ലാത്ത സ്വാതന്ത്ര്യമല്ല. നമുക്ക് ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. പൊതുവൽക്കരിക്കരുത്. ഇതിപ്പോ അക്കാദമി നടത്തുന്ന ഒരു അന്താരാഷ്ട്ര ചലച്ചിത്രമേളയാണ്. ആദ്യമായി ചലച്ചിത്രങ്ങൾ എടുക്കുന്നവരും എഴുതുന്നവരും ഒക്കെ അവരുടെ സ്വപ്നങ്ങൾ ഈ വെള്ളിത്തിരയിലാക്കി പ്രദർശിപ്പിക്കുന്ന മേളയാണ്. അവിടെ ഈ സെൻസർ ചെയ്യാത്തതും സെൻസറിങ് ഇല്ലാത്ത രാജ്യത്തു നിന്നുള്ളതൊക്കെ അവിടെ വരും. അതെല്ലാവരും ഒരുമിച്ച് അവർ കൂടിയിരുന്ന് തീരുമാനിച്ച് അവിടെ അത് അക്കാഡമികമായി വിലയിരുത്തപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അത് പബ്ലിക് എക്സിബിഷനിലേക്ക് പോകുന്നതൊക്കെ പിന്നീടാണ്. അപ്പോൾ ഈ കാര്യത്തിൽ എഴുതുകയേ വേണ്ട, മനസ്സിൽ ചിന്തിക്കുകയേ വേണ്ട എന്നൊരു തീരുമാനമെടുക്കുന്നത് എന്തുകൊണ്ടാണ് ഈ കേന്ദ്ര സർക്കാർ? എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ലാലെ. എല്ലാവർക്കും ചിന്തിക്കാനും എഴുതാനും പ്രദർശിപ്പിക്കാനും സിനിമ പിടിക്കാനും ഒക്കെ അവകാശമുണ്ട്. അല്ല,
അല്ല ലാലെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ ലാലെ. ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ എത്ര ജാതികളുണ്ട്, 3000 ചില്ലാനം ജാതികളുണ്ട്, എത്ര ഭാഷകളുണ്ട്, എത്ര തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്കൊരു ഉദാഹരണം ഞാൻ പറയാം. തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീയുടെ നഗ്ന ചിത്രം വരയ്ക്കാനുള്ള അവകാശം ഒരാൾക്കുണ്ട്. പക്ഷെ ആ ചിത്രത്തിന്മേ ആ സ്ത്രീയുടെ മുഖവും ആ ചിത്രത്തിൽ ആ സ്ത്രീയുടെ പേരും വരുമ്പോൾ സ്വഭാവം മാറി. ഇതെന്ത് ഉദാഹരണമാണ് ശ്രീ KVS ഹരിദാസ്? ഇവിടെ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ് ഇപ്പോൾ താങ്കൾ പറയുന്നത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ ദീപേഷ് തച്ചോളി, ഇപ്പോൾ കേന്ദ്ര സെൻസർ ബോർഡിന്റെ അധ്യക്ഷൻ പഹലജ് നിഖലാനി കഴിഞ്ഞ ദിവസം ഒരു കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. താങ്കൾ അത് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ സിനിമാ രംഗത്തുള്ളവർ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞും കേട്ടില്ല. കച്ചവട സിനിമയിലുള്ളവരും ഒക്കെ അത് പറയേണ്ടതാണ്. ബാഹുബലി തിരക്കിൽ അതൊക്കെ ശ്രദ്ധയിലേക്ക് വരാത്തതാണോ എന്നും എനിക്കറിയില്ല. അതായത് സെൻസറിങ് ഇല്ലാത്തതൊന്നും ഇവിടെ ഇനി പ്രദർശിപ്പിക്കാനോ അന്യരാജ്യത്തേക്ക് കടത്താനോ സാധിക്കില്ല, അനുവദിക്കില്ല. പല മേളകളിലും മുൻപ് സെൻസറിങ് ഇല്ലാത്ത ചിത്രങ്ങൾ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയി പ്രദർശിപ്പിക്കാറുണ്ട്. അതിനി ആരും കരുതണ്ട എന്നാണ് ഈ പഹലജ് നിഖലാനി പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ എന്തിന്റെ സൂചനയാണ് ശ്രീ ദീപേഷ് തച്ചോളി? അതായത് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 92-ൽ വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് സംസ്ഥാന ദേശീയ അവാർഡുകൾക്ക് ഒരു സെൻസർ വേണമെന്ന ഒരു നിയമം കൊണ്ടുവന്നത്. അത് കൊണ്ടുവരാൻ കാരണം അന്ന് ആനന്ദ് പട്വർദ്ധൻ അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്ററി, എനിക്ക് തോന്നുന്നു അതിൻ്റെ പേര് നെയിം ഓഫ് ഗോഡ് എന്നാണ്. ആ ഡോക്യുമെൻ്ററി അയോധ്യയെക്കുറിച്ചായിരുന്നു. ഈ അയോധ്യയുടെ ഒരു ഡോക്യുമെൻ്ററി വന്നു, അതിന് അവാർഡ് കിട്ടുന്നു എന്നൊരവസ്ഥ വന്നപ്പോഴായിരുന്നു അന്ന് ഇത്തരം ഒരു വിഷയവുമായി അന്നത്തെ ഈ ഗവൺമെൻറ് ഈ നിലപാടെടുക്കാൻ ഉണ്ടായ കാരണം. ഈ കാരണത്തിൻ്റെ ഭാഗമായി തന്നെയാണ് പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ദേശീയ അവാർഡുകൾക്കും സ്റ്റേറ്റ് അവാർഡുകൾക്കും ഒരു സെൻസർഷിപ്പ് വേണം എന്ന ഒരു സമീപനം അല്ലെങ്കിൽ ഒരു രീതി ഉണ്ടായിട്ടുള്ളത്. ഈ രീതി വെച്ചുകൊണ്ട് ഗവൺമെൻറ്റിന് ഒരു നയമുണ്ടാക്കുകയും ആ നയം ഗവൺമെൻറ് ഈ കലാകാരന്മാരുടെ മേലേക്ക് അടിച്ചേൽപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഏത് വലതുപക്ഷമായാലും. ഇപ്പോൾ BJP ആണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ കഴിഞ്ഞ കോൺഗ്രസ് ഗവൺമെൻറ് ഭരിക്കുമ്പോഴും ഇത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അവർക്കെല്ലാം ഇത്തരം കലാകാരന്മാരോട് പേടിയാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു എൻ്റെ പടം 4 വർഷമായി പെട്ടിക്കകത്ത് കിടക്കുകയാണ്, പിതാവും പുത്രനും എന്ന് പറയുന്ന സിനിമ. ഇത് അന്ന് കോൺഗ്രസ് ആണ് ചെയ്തതെങ്കിൽ അതിൻ്റെ അതേ പതിപ്പ് തന്നെയാണ് ഇവരും ഉപയോഗിക്കുന്നത്. ഇവർക്കെല്ലാം ഇത്തരം കലാകാരന്മാരോട് വലിയ പേടിയാണ്. ഈ പേടിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു രീതിയാണ് ഈ ഭരണാധികാരികളെല്ലാം കലാകാരന്മാരുടെ ഒരു ശ്രമത്തെ തടയാനുള്ള മറ്റൊരു ഉപാധിയായിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. സെൻസർ വേണം എന്ന നിയമം ഇവർ കൊണ്ടുവരുന്നു. ഞാൻ പറയുന്നത് ഇവരാരാണ്? ഇപ്പം എൻ്റെ പടം നിരോധിക്കപ്പെട്ടത് തന്നെ 4 പേരാണ്. ആകെ ഇരിക്കുന്ന 4 പേര് ജൂറി ഇരുന്നു കൊണ്ടാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ഈ പടം കാണിക്കാനേ പറ്റില്ല, അതുകൊണ്ട് ഇതിന് അനുമതിയില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സെൻസറിങ്ങിന്റെ കാര്യമാണ് താങ്കളുടെ ചിത്രത്തെ അപകടത്തിൽ എത്തിച്ചത്. സെൻസറിങ്ങിന് പോയപ്പോൾ അനുമതി കിട്ടാതെ പോയതാണ്. പക്ഷെ ഇപ്പോൾ ഈ ചലച്ചിത്ര മേളകളിലുള്ള ഒരു രീതി താങ്കൾക്കും അറിയാവുന്നതാണ്. ചിത്രം എടുത്ത് പൂർത്തിയാക്കിയാൽ ഉടനെ തന്നെ ആ മേളയ്ക്ക് മുൻപ് അത് അവതരിപ്പിക്കുക എന്നുള്ള ഒരു ആഗ്രഹം ഇതിന്റെ സൃഷ്ടികർത്താക്കൾക്കുണ്ടാകും. ഇവിടെ കാത്തുവും അതാണ് ചെയ്തത്. പെട്ടെന്ന് ഈ മേളയ്ക്ക് അയച്ചു കൊടുത്തു. അത് മുൻപും പലരും ചെയ്തിട്ടുള്ളതാണ്. അതിന് സെൻസറിങ് എക്സംഷൻ കൊടുക്കുന്ന രീതി I&B മിനിസ്ട്രി കൊടുക്കാറുണ്ട്, മുൻകാലങ്ങളിൽ അത് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ വിഷയങ്ങൾ സമാന വിഷയങ്ങളുള്ള അല്ലെങ്കിൽ KVS പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിന് തർക്കമുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ച ഡോക്യുമെന്ററികൾ ഈ മേളയിൽ പ്രദർശിപ്പിക്കേണ്ട എന്ന് പറയുമ്പോൾ എങ്ങനെ കാണണം? അതായത് ഇതിൻ്റെ 10 വർഷമായി ഇത് തുടങ്ങിയിട്ട്, ഈ മേള തുടങ്ങിയിട്ട് 10 വർഷമായി. ഇതിൻ്റെ ആദ്യത്തെ മേളയിൽ 2 സിനിമ, എൻ്റെ 2 സിനിമ പ്രദർശിപ്പിച്ച, ഒന്ന് മത്സര വിഭാഗത്തിലും ഒന്ന് പ്രദർശന വിഭാഗത്തിലും കാണിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അന്നൊന്നും ഇത്തരം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഓർമ്മ. കാരണം ഇത് ഒരു കലാകാരൻ എങ്ങനെ നടക്കണം, എന്ത് സംസാരിക്കണം, എന്ത് ചെയ്യണം, എങ്ങനെ ചിരിക്കണം എന്ന് പോലും ഈ പറയുന്ന ഗവൺമെൻറ് തീരുമാനിക്കുന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് കമൽ പറഞ്ഞതുപോലെ വളരെ അപകടകരമായ അവസ്ഥയാണ്. ഇന്ന് കലാകാരന്മാർ മാത്രമാണെങ്കിൽ നാളെ കലാകാരന്മാരാവില്ല, മറ്റു പലരെയും പിടിക്കാനുള്ള ഒരു ഉപാധിയായി ഇത് ഉപയോഗിക്കും.
ഇത് വളരെ കൃത്യമായ ഒരു അജണ്ട വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ അജണ്ട വർക്കൗട്ട് ചെയ്തുകൊണ്ടാണ് ഈ വലതുപക്ഷ ഗവൺമെന്റുകളെല്ലാം ഏതെല്ലാം കാലത്ത് അധികാരത്തിലിരുന്നിട്ടുണ്ടോ അന്നെല്ലാം നമുക്കറിയാം ഒരു നാടക പ്രവർത്തകന്മാരെ ഡൽഹിയിൽ കൊല്ലുന്നൊരവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. നാടകം കളിക്കാൻ പറ്റില്ല, നാടകത്തെ ബാൻ ചെയ്യുന്നു, സിനിമയെ ബാൻ ചെയ്യുന്നു, കഥ പറയാൻ പാടില്ല, എഴുതാൻ പാടില്ല. ഇതെല്ലാം ഇന്ന് കലാകാരന്മാർ മാത്രമാണ് അനുഭവിക്കുന്നതെങ്കിൽ അത് കഴിഞ്ഞാൽ മറ്റുള്ളവരെ പിടിക്കാൻ എളുപ്പമാണ് എന്ന് അവർക്കറിയാം. ശരി, എം പി രാജേഷ്, അപ്പോൾ ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കൃത്യമായി അവരുടെ അജണ്ടയുമായി കൃത്യമായി മുന്നോട്ട് പോവുക തന്നെയാണ്. ഈ വെമുലയുടെ കാര്യത്തിൽ എത്ര സമരമുണ്ടായാലും, JNUവിൽ എത്ര പ്രതിഷേധങ്ങൾ ഉണ്ടായാലും ശരി, കാശ്മീരിന്റെ കാര്യത്തിൽ ആരൊക്കെ എന്ത് അഭിപ്രായം പറഞ്ഞാലും ശരി, ഞങ്ങളുടെ നയം ഇതാണ് എന്ന രീതിയിൽ ഇവിടെ ഇനി ആരും ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്നതിന്റെ ഒരു സൂചന തന്നെയല്ലേ ഇത്? കമൽ പറഞ്ഞതുപോലെ ഇത് സാംസ്കാരിക അടിയന്തരാവസ്ഥയാണോ? സാംസ്കാരിക അടിയന്തരാവസ്ഥ എന്ന് മാത്രം പറഞ്ഞാൽ അത് മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാംസ്കാരിക മേഖലയിൽ മാത്രമല്ല ഈ കയ്യേറ്റമുള്ളത്. ഇപ്പോൾ നോക്കൂ, ഇവർ ദേശവിരുദ്ധർ എന്ന് ചിത്രീകരിക്കുന്നത് ആരെയാണ്? രോഹിത് വെമുല. ദളിതരാകെ ദേശവിരുദ്ധരാണ്. ഇപ്പോൾ ഉത്തർപ്രദേശിൽ സഹാറൻപൂരിൽ നിന്നൊക്കെ ദളിതരെ അടിച്ചോടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ന്യൂനപക്ഷങ്ങൾ ദേശവിരുദ്ധരാണ്, കമ്മ്യൂണിസ്റ്റുകാരും ദേശവിരുദ്ധരാണ്. ഇങ്ങനെ ഇവർ ചാപ്പ കുത്തുകയാണ് കുറേ കൂട്ടരെ. കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷക്കാർ, പിന്നെ ബുദ്ധിജീവികൾ, യുക്തിവാദികൾ, ഇവരെയൊക്കെ ദേശവിരുദ്ധരായിട്ട് മുദ്രകുത്തുകയാണ്. നരേന്ദ്ര ദാബോൾക്കർ ദേശവിരുദ്ധനായിരുന്നു, പ്രൊഫസർ കൽബുർഗി ദേശവിരുദ്ധനായിരുന്നു, ഗോവിന്ദ് പൻസാരെ ദേശവിരുദ്ധനായിരുന്നു, രോഹിത് വെമുല ദേശവിരുദ്ധനാണ്. ഇങ്ങനെ ഈ ദേശവിരുദ്ധരെന്ന് മുദ്രകുത്തുക, അവർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ കെട്ടഴിച്ചു വിടുക. സാംസ്കാരിക രംഗത്ത് മാത്രമല്ല നടക്കുന്നത്. സാംസ്കാരിക രംഗത്ത് ഈ അജണ്ട ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ തുടങ്ങിയതാണ്. അതിനെതിരായിട്ടാണ് ഏതാണ്ട് 100-ലേറെ എഴുത്തുകാരും കലാകാരന്മാരും അവാർഡുകൾ തിരിച്ചേൽപ്പിച്ചത്. നയൻതാര സൈഗാൾ ഉൾപ്പെടെയുള്ള ആളുകൾ തിരിച്ചേൽപ്പിച്ച ആ അക്ഷരങ്ങളുടെ കടൽക്ഷോഭം നമ്മളാരും മറന്നിട്ടില്ല. ഇപ്പോൾ അതെവിടെ വരെ എത്തിയിരിക്കുന്നു? ഇതെല്ലാം തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. കഴിഞ്ഞ ദിവസം സീതാറാം യെച്ചൂരിയെ CPIMന്റെ ആസ്ഥാനത്ത് കയറിയിട്ടാണ് ആക്രമിക്കുന്നത്. അപ്പോൾ എതിരഭിപ്രായങ്ങളെ മുഴുവൻ ഇങ്ങനെ അടിച്ചൊതുക്കുക എന്നത് എല്ലാ മേഖലയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാംസ്കാരിക രംഗത്ത് മാത്രമല്ല, രാഷ്ട്രീയ രംഗത്ത് അമിതാധികാര പ്രവണത, സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള പ്രവണതകൾ, ഇത് നമ്മളെല്ലാ മേഖലയിലും കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിനെയും കൈപ്പിടിയിൽ ഒതുക്കുകയാണ്. ഇപ്പോൾ റിസർവ് ബാങ്ക് ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എങ്ങനെയാണ് അതിനെ കൈപ്പിടിയിൽ ഒതുക്കിയത് എന്നതിൻ്റെ തെളിവാണ് നോട്ട് റദ്ദാക്കിയിട്ട് മാസം 6 കഴിഞ്ഞു. തിരിച്ചു വന്ന തുക എത്രയാണെന്ന് ഇതുവരെ റിസർവ് ബാങ്കിനെ പറയാൻ അനുവദിച്ചിട്ടില്ല. ഇതുവരെ പറയാൻ അനുവദിച്ചിട്ടില്ലല്ലോ. ഒരിക്കൽ പാർലമെന്റിൽ ഞങ്ങൾ ചോദിച്ചപ്പോൾ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞത് എണ്ണിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. മാസം 6 കഴിഞ്ഞിട്ട് എണ്ണി തീർന്നിട്ടില്ല. ഇവരാണ് ഡിജിറ്റൽ ഇന്ത്യയിലേക്ക് ഇന്ത്യ നയിക്കുന്നത്. നോട്ട് എണ്ണി തീർക്കാൻ കഴിയാത്ത ആളുകളാണ് ഡിജിറ്റൽ ഇന്ത്യയിലേക്ക് നയിക്കാൻ പോകുന്നതെന്ന് ആലോചിക്കണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നോക്കൂ എങ്ങനെയാണ് പാർലമെന്റിനെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത്. രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലാത്തത് കൊണ്ട് രാജ്യസഭയെ മറികടക്കാൻ മണി ബില്ലായിട്ട് എല്ലാം ലോക്സഭയിൽ, മൃഗീയ ഭൂരിപക്ഷമുള്ള ലോക്സഭയിലേക്ക് മാത്രം കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ രാജ്യസഭ തന്നെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കണം, ഡിബേറ്റ് ചെയ്യണമെന്നാണ് ഒരു ഘട്ടത്തിൽ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞത്. കാരണം BJPക്ക് ഭൂരിപക്ഷമില്ലെങ്കിൽ രാജ്യസഭ വേണ്ട. നാളെ ഒരു പക്ഷേ ലോക്സഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പാർലമെന്റ് തന്നെ ആവശ്യമില്ല എന്ന് വരും. ഇപ്പോൾ തന്നെ പ്രസിഡൻഷ്യൽ ഭരണ സമ്പ്രദായത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാർലമെന്ററി സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സാംസ്കാരിക സ്ഥാപനങ്ങൾ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ ഇതാ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പത്രങ്ങളിൽ വാർത്തയുണ്ട്, ഗുജറാത്തിലും രാജസ്ഥാനിലും പാഠ്യപദ്ധതിയിൽ വരുത്തിയ മാറ്റം. സവർക്കർക്കാണ് രാജസ്ഥാനിലെ പാഠ്യപദ്ധതിയിൽ മുൻഗണന. സവർക്കറേക്കാൾ താഴ്ന്ന സ്ഥാനം മാത്രമേ, ഗാന്ധി വധക്കേസിലെ പ്രതിയായിരുന്നു സവർക്കർ, ഗാന്ധിജിക്കുള്ളൂ എന്ന വിവാദം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. നെഹ്റുവിന് സ്ഥാനമേ ഇല്ല എന്ന് സ്ഥിതിവിശേഷം വന്നിരിക്കുന്നു. എന്തായാലും ഗാന്ധിയുടെ ജാതി വരെ പറഞ്ഞ് ഇന്നിപ്പോൾ ആക്ഷേപിക്കുന്ന എന്നുള്ളത് ആളുകൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നത് പ്രചാരം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും ഈ ഘട്ടത്തിൽ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ശ്രീ KVS തിരിച്ചു വരാം. ശ്രീ KVS ഹരിദാസ്, അപ്പോൾ ഈ പറഞ്ഞതുപോലെ MP രാജേഷ് സൂചിപ്പിച്ചതുപോലെ സാംസ്കാരിക അടിയന്തരാവസ്ഥയല്ല, ശരിക്കും പൂർണ്ണ അടിയന്തരാവസ്ഥയിലേക്കുള്ള ഒരു പോക്ക് തന്നെയാണ്. എല്ലാ മേഖലയിലും ഇത് കാണാം. ഈ സാംസ്കാരിക രംഗത്ത് പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ കാര്യത്തിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഒന്നുകിൽ മാധ്യമങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കുക, അല്ലെങ്കിൽ കൂച്ചുവിലങ്ങിടുക, അതല്ലെങ്കിൽ മാധ്യമങ്ങളെ ബാൻ ചെയ്യുക, അവരുടെ പേരിൽ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്തുക, അതിനെ തുടർന്നുള്ള നടപടികളിലേക്ക് പോവുക. ഇപ്പോൾ ഡോക്യുമെന്ററികളിലും സിനിമകളിലും സാംസ്കാരിക പ്രവർത്തകർക്ക് നേരത്തെ ഉണ്ടായ ഈ സംഘങ്ങളുടെ പേരിൽ, നിങ്ങളോടൊപ്പമുള്ളതാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെയാണ് പറയേണ്ടത്, അല്ലെങ്കിൽ അതിന് മറുപടി പറയേണ്ടത്. ഏതായാലും ഈ സാംസ്കാരിക പ്രവർത്തകർ ജീവൻ വരെ വെടിയേണ്ടി വന്ന ഘട്ടമുണ്ടായിരിക്കുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടല്ലേ ഇപ്പോൾ
ഈ ചിന്തയെ വരെ ഇപ്പോൾ ബാൻ ചെയ്തിരിക്കുന്നത്? അത്തരത്തിലുള്ള സ്വാതന്ത്ര്യത്തിലൊന്നും ഈ സർക്കാരും BJPയോ കൈകടത്താൻ പോകുന്നില്ല. അങ്ങനെ ഒരു ആശങ്കയൊന്നും രാജ്യത്ത് വേണ്ട. ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ഒരു ചെറിയ വിഭാഗം ആൾക്കാർ കഴിഞ്ഞ കുറേ നാളുകളെ, അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. BJP അധികാരത്തിൽ വന്നത് നമ്മൾ എല്ലാ ദിവസവും ഇത് കേൾക്കുന്നത് കൊണ്ടാണ് എനിക്ക് വീണ്ടും ഇടപെട്ട് ചോദിക്കേണ്ടി വരുന്നത്. ഇന്നത്തെ ചർച്ച തീരുമ്പോഴെങ്കിലും അങ്ങ് ഈ പറയേണ്ട കാര്യം ഇതാണ്. ഈ 3 ഡോക്യുമെന്ററികളുടെ കാര്യത്തിൽ പബ്ലിക് എക്സിബിഷന് വേണ്ടി പോകുന്നതല്ല, മേളകളിൽ പങ്കെടുക്കുന്നതാണ്, മുൻകാലങ്ങളിൽ അനുമതി കൊടുത്തിട്ടുള്ളതാണ്. എന്തുകൊണ്ട് ഈ പറഞ്ഞ തർക്ക വിഷയം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നു? അപ്പോൾ തർക്കങ്ങളുള്ളത് ഇങ്ങനെ മാറി നിൽക്കേണ്ടതാണെന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനമല്ലേ അത്? ലാലെ, ഞാൻ പറയും, നിങ്ങളുടെ അല്ല, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഞാനും രാജേഷും ലാലും ഒക്കെ ഉൾപ്പെടുന്നതാണ്. ഈ രാജ്യത്തിന്റെ നിലപാടാണ്. രാജ്യസഭയുടെ കാര്യം നേരത്തെ പറഞ്ഞു. ലോക്സഭയിൽ ചർച്ച ചെയ്യേണ്ട ഘട്ടങ്ങളിൽ അത് ചർച്ചയ്ക്ക് എത്തേണ്ട നായകന്മാർ എത്താതിരിക്കുക, ജനങ്ങളോട് പോയി വികാര വിക്ഷോഭങ്ങളോടുകൂടി ചില നാടകങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട ജനാധിപത്യത്തിന്റെ മാതൃകയിലും ഘടനയിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നല്ല. ലാലെ, ഇതൊന്നുമല്ല ലാലെ. വേണ്ടത്ര ചർച്ചകൾ നടക്കുന്നുണ്ട്, വേണ്ടത്ര കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. ചിലർക്ക് അതിൽ അസഹിഷ്ണുതയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര, കാരണം തെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര ജയിച്ചു വരാത്ത ആൾക്കാർക്ക്, തോറ്റുപോയവർക്ക് ഈ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ പ്രതിപക്ഷത്ത് ഇരുന്നിട്ട് അസഹിഷ്ണുത കാണിച്ചിട്ട് കാര്യമില്ല. ആ ഗവൺമെന്റിന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ആ ഗവൺമെന്റിന്റെ നയങ്ങൾ ഹൈദരാബാദിൽ വെമുലയെ പോലുള്ളവരും വെമുല വളർന്നു വന്ന ചുറ്റുപാടിലുള്ള ആളുകൾക്കുമൊക്കെ അവർ തോറ്റുപോയവരാണ് ഈ ഇന്ത്യയിൽ. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അവർക്കൊക്കെ തോറ്റത് കൊണ്ട് പറയാൻ സ്ഥലമില്ലാതായി പോകുന്ന ഘട്ടം ഇപ്പോഴാണ്. അത് തോറ്റത് കൊണ്ടല്ല ഒരു സർക്കാർ നിങ്ങൾക്ക് സ്ഥലമില്ല എന്ന്. ലാലെ, അങ്ങനെയല്ല ലാലെ. ഞാൻ പറഞ്ഞത്, ഞാൻ പറയാനുള്ള അവകാശമുണ്ട്, അത് ഭരണഘടന അനുസൃതമാണ് തന്നെയാണ്. പക്ഷെ അതേ സമയത്ത് അതിനൊരു ബ്ലാങ്ക് ചെക്കല്ല അത് രാജേഷിന് അറിയാം എന്തിനെക്കുറിച്ചാണ് പറഞ്ഞുകൂടാത്തതെന്ന്. അത് നമ്മുടെ ഭരണഘടനയിൽ തന്നെ കോടതി വിധികളുണ്ട്, ഭരണഘടന തന്നെ പറയുന്നുണ്ട്. ശരി, അപ്പോൾ ഈ പറഞ്ഞ ഡോക്യുമെന്ററികളിൽ അതൊന്നും ആരും കണ്ടെത്തിയിട്ടില്ല. അവകാശമില്ല. ഞാൻ വിചാരിക്കുന്നത് ലാലെ, ഞാൻ വിചാരിക്കുന്നത് ആ തരത്തിലായിരുന്നു ആ ഡോക്യുമെന്ററി എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഗവൺമെന്റ് അത് എടുത്തു വെക്കേണ്ട കാര്യമില്ല. അത്തരത്തിലുള്ള ചില സൂചനകൾ ഗവൺമെന്റിന് ലഭിച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഡോക്യുമെന്ററി ആകണം അത് എന്നാണ് പറയുന്നത്. രാജ്യവിരുദ്ധമായ, ദേശത്തെ ശിഥിലീകരിക്കുന്ന തരത്തിലുള്ള സന്ദേശം നൽകുന്ന ഡോക്യുമെന്ററിയാണ് കാത്തുവിൻ്റേത് എന്നാണ്. നാളെ ഇനി അടുത്ത പേര് കാത്തുവിനെ കുറിച്ച് നമ്മൾ കേൾക്കേണ്ടി വരും. ഈ പറഞ്ഞ ആളുകളൊക്കെ പറയും. അപ്പോൾ അതിന് തയ്യാറായിക്കൊണ്ട് കാത്തു ഇതിന് മറുപടി പറയുക. അത്തരത്തിൽ ദേശവിരുദ്ധമായ ഒരു ഡോക്യുമെന്ററി ആണോ അത്? ദേശവിരുദ്ധം അങ്ങനെ ഇപ്പം പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ നാഷണലിസം എന്നുള്ളൊരു കോൺസെപ്റ്റിനൊന്നും അതിനോടൊന്നും യോജിക്കുന്ന ഒരാളല്ല. പക്ഷേ ഈ ഫിലിമിനകത്ത് ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുമില്ല. ഞാൻ ഈ അവിടെ നടന്ന ഇൻസിഡൻറ്റ് ഡോക്യുമെൻ്റ് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതെ, ഫിലിമിനകത്ത് അങ്ങനെ ഒരു സന്ദേശമൊന്നുമില്ല. ഇപ്പം ആൻറ്റി നാഷണൽ മെസ്സേജ് ഒന്നും അതിനകത്തില്ല. പക്ഷേ ആൻറ്റി നാഷണലിസം പ്രചരിപ്പിക്കാനുള്ളതെന്ന് സർക്കാരിന് അങ്ങനെ തോന്നേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു സാഹചര്യം ഈ ഡോക്യുമെന്ററിക്കകത്തുണ്ടോ? JNU വിഷയം എന്നുള്ളതല്ലാതെ എനിക്ക് അത്രേ തോന്നുള്ളൂ. JNU എന്ന സിനോപ്സിസിൽ കണ്ടിട്ട് മാത്രമായിരിക്കും ഇപ്പം ഇതിന് അനുമതി കിട്ടാതെ വന്നിരിക്കുന്നത്. ഈ സിനോപ്സിസിൽ എന്താണ് ചുരുക്കി പറഞ്ഞിട്ടുള്ളത് ഇതിനെക്കുറിച്ച്? ഈ പറഞ്ഞ ഇപ്പൊ ഇവിടെ വിശദീകരിച്ചതാണോ? അതെ, JNU ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്ററി ആണെന്ന് മാത്രമേ സിനോപ്സിസിൽ പറയുന്നുള്ളൂ. ഈ ചിത്രം ഇതുവരെ ആരെങ്കിലും കാണാനിടയായിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ആരും കണ്ടിട്ടില്ല. ഈ സെലക്ഷൻ നടത്തിയ ആൾക്കാരല്ലാതെ ആരും കണ്ടിട്ടില്ല. അടുത്ത ആൾക്കാർ. അപ്പോൾ ഇതിനകത്ത് സിനോപ്സിസ് വായിച്ചാൽ ദേശവിരുദ്ധമെന്ന് വായിക്കാൻ ഒന്നുമില്ല. അല്ലെങ്കിൽ കൃത്യമായി നിങ്ങളുടെ പുതിയ ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ച് കാത്തുവിൻ്റെ മനസ്സിനകത്തേക്കോ അല്ലെങ്കിൽ ഈ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സേഫിനകത്തുള്ള
ഈ ഡോക്യുമെന്ററിയെ നിങ്ങൾ കാണിക്കാതെ തന്നെ കണ്ടിട്ടുണ്ടാകണം. അതാണ് ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഇടയാക്കിയിട്ടുണ്ടാകുക, അല്ലാതെ ഒരു വഴിയുമില്ല. അല്ല ലാലെ, ഞാൻ പറഞ്ഞത് ഇന്നിതുവരെ അതിന് സാങ്ഷൻ കിട്ടിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കമൽ തന്നെ അദ്ദേഹം നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞല്ലോ, കുറേ ചിത്രങ്ങളെ സംബന്ധിച്ചുള്ള പെർമിഷന് വേണ്ടി എഴുതി, കുറേ എണ്ണത്തിൻ്റെ മെയിൽ കിട്ടി, സാങ്ഷൻ കിട്ടി. ഈ 3 എണ്ണത്തിന് കിട്ടിയിട്ടില്ല. ഈ 3 എണ്ണം എൻ്റെ ഒരു ബലമായ സംശയം ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഗവൺമെൻറ് അതിനെക്കുറിച്ച് കൂടുതൽ പരിശോധന ആവശ്യമാണെന്ന് കരുതിയിട്ടുണ്ടാവും. ചിലപ്പോൾ നാളെ അത് വന്നേക്കാം. പക്ഷേ സബ്ജക്റ്റ് ടു ദ കണ്ടീഷൻ, ഞാൻ പറഞ്ഞതല്ല, ഗവൺമെൻറ്റിന് ചില നിലപാടുകളുണ്ട് ഈ കാര്യത്തിൽ, ഈ വിഷയത്തിൽ. അത് വ്യക്തമാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. ഇപ്പൊ രാജേഷ് പറഞ്ഞല്ലോ, ഗവൺമെന്റിന് ഒരു നിലപാടുണ്ടെങ്കിൽ ആ നിലപാടുകളെ ആർക്കും വിമർശിക്കാൻ പാടില്ല, എഴുത്തുകാർക്ക് വിമർശിക്കാൻ പാടില്ല, സിനിമാക്കാർക്ക് അതിനെ സംബന്ധിച്ച് എതിരായിട്ട് ഒന്നും പറയാൻ പാടില്ല. അത് പരിശോധിച്ചിട്ട് ഇതുപോലെ ചിലപ്പോൾ വേണ്ടി വന്നാൽ പ്രദർശനാനുമതി നിഷേധിക്കും എന്ന് പറയുന്നത് എന്തവസ്ഥയാണ്? അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ? അങ്ങനെയല്ല ലാലെ, ഗവൺമെന്റിനൊരു നിലപാടുണ്ട്. അത് ദേശവിരുദ്ധമാണെന്ന് കാണുന്ന കാര്യങ്ങൾ അനുവദിക്കാൻ പാടില്ല, രാജ്യവിരുദ്ധമാണെന്ന് കരുതുന്ന കാര്യങ്ങൾ അനുവദിക്കാൻ പാടില്ല, രാഷ്ട്രത്തിനെതിരായിട്ടുള്ള കാര്യമാണെങ്കിൽ അനുവദിക്കാൻ പറ്റില്ല. ഈ കാര്യങ്ങളിലൊക്കെ ഈ ഗവൺമെന്റിന് ശക്തമായ നിലപാടുകളുണ്ട്. അതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാം. പാടില്ല. വെമുലയുടെ വിഷയം ആരെങ്കിലും ചിത്രീകരിച്ചാൽ അത് ദേശവിരുദ്ധമാകാനുള്ള സാധ്യതയുണ്ടെന്ന് സർക്കാർ സംശയിക്കുന്നു. അപ്പോൾ ഈ സംശയം ഇതുപോലെയുള്ള നടപടികളിലേക്ക് നീങ്ങാൻ ഇടയാക്കും എന്നുള്ളതാണ് വിശദീകരണം. അതന്നെ ഞാൻ ഇതാണ് ഞാൻ പറഞ്ഞത്. ദളിതർ, കമ്മ്യൂണിസ്റ്റുകാർ, ന്യൂനപക്ഷങ്ങൾ ഇവരെല്ലാം ദേശവിരുദ്ധരാണ് എന്ന മുൻവിധിയാണ് ഇവരെ നയിക്കുന്നത്. ഇവരെ നേരത്തെ തന്നെ ഇക്കൂട്ടരെയെല്ലാം ദേശവിരുദ്ധരായിട്ട് സംഘപരിവാർ മുദ്ര കുത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ശ്രീ KVS ഹരിദാസ് ഈ ചർച്ചയിൽ ആവർത്തിച്ച് പറയുന്നത് ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ ഇങ്ങനെ അഭിപ്രായമുണ്ട്, ആ അഭിപ്രായത്തിനെതിരായതൊന്നും അനുവദിക്കുക സാധ്യമല്ല എന്ന് സാധാരണ KVS ഹരിദാസിൻ്റെ ഒരു രീതി വിട്ട് അദ്ദേഹം ഒടുവിൽ ഖണ്ഡിതമായിട്ടും കർക്കശമായിട്ടും ഇവിടെ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടു. KVS ഹരിദാസിനെ പോലെ ഒരു സാധു മനുഷ്യനെ പോലും എനിക്ക് ഇപ്പോൾ എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, സാധാരണ സംഘികളെക്കാൾ ഒരു ശുദ്ധഗതിക്കാരനാണ് അദ്ദേഹം എന്നുള്ളതാണ്. സംഘപരിവാറിലെ സാധാരണ ആളുകളെക്കാൾ അദ്ദേഹത്തെ പോലും ക്രുദ്ധനാക്കി മാറ്റുകയാണത്. അപ്പോൾ ഈ അക്രമാസക്തമായിട്ടുള്ള ദേശീയതയ്ക്ക് കീഴടങ്ങാത്ത ഒന്നിനെയും അനുവദിക്കില്ല എന്ന ധാർഷ്ട്യത്തെയാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുക. സർക്കാരിനെ വിമർശിക്കുന്ന ഒന്നും പാടില്ല എന്ന് പറയുന്നതാണ് അടിയന്തരാവസ്ഥ. അത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാം. ഞാനൊരു ചെറിയ സംഭവം ഓർമ്മിപ്പിക്കട്ടെ. യഥാർത്ഥ അടിയന്തരാവസ്ഥത്തിന് മുമ്പത്തെ അടിയന്തരാവസ്ഥയിൽ നടന്നതാണ്. മഹാരാജാസ് കോളേജിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. മഹാരാജാസ് കോളേജിൽ അന്ന് സർക്കാരിനെ വിമർശിക്കാൻ പാടില്ല, നേരിട്ട് സർക്കാരിനെ വിമർശിക്കാൻ പാടില്ല. ബെർത്തോൾട്ട് ബ്രെഹ്ത്തിൻ്റെ മരിച്ചുപോയ വിശ്വതനായിട്ടുള്ള ജർമ്മൻ കവി ബ്രെഹ്ത്തിൻ്റെ ഒരു കവിത SFIയുടെ പ്രവർത്തകർ അന്ന് അച്ചടിച്ച് പ്രചരിപ്പിച്ചു. എനിക്ക് തോന്നുന്നു മറ്റൊരു നഗരത്തിലൊരു അനീതി ഉണ്ടായാൽ അന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും ആ നഗരം കത്തിച്ചാമ്പലാവണം എന്ന് തുടങ്ങിയിട്ടുള്ള വരികളുണ്ടല്ലോ ബ്രെഹ്ത്തിൻ്റെ, അതാണ് അച്ചടിച്ച് പ്രചരിപ്പിച്ചത്. ഉടൻ പോലീസ് വണ്ടികൾ ആരോ വിളിച്ചു പറഞ്ഞു സർക്കാരിനെതിരായിട്ടുള്ള കവിത നോട്ടീസ് ഇവിടെ ഇറക്കിയിരിക്കുന്നു. കവിതയാണെന്ന് പോലും തിരിച്ചറിയില്ല, നോട്ടീസാണെന്ന് പറഞ്ഞ് ആരോ വിളിച്ചു പറഞ്ഞു. ഇടിവണ്ടികൾ മഹാരാജാസ് കോളേജിലേക്ക് വന്നു. മഹാരാജാസ് കോളേജിലെ മുഴുവൻ ക്ലാസ് മുറികളിലും പ്രിൻസിപ്പലിൻ്റെ ഓഫീസിലും കയറി തിരഞ്ഞു. എവിടെടാ ബെർത്തോൾട്ട് ബ്രെഹ്ത്ത് എന്ന് ചോദിച്ചുകൊണ്ടാണ് പോലീസ് അന്വേഷിക്കുന്നത്. അത് കഴിഞ്ഞ് ഏതോ രസികൻ പറഞ്ഞു അവൻ മട്ടാഞ്ചേരിക്കാരനാണ് എന്ന്. ഈ പോലീസ് വണ്ടികൾ മുഴുവൻ മട്ടാഞ്ചേരിയിലേക്ക് പോയി അവിടുത്തെ വീടുകൾ മുഴുവൻ കയറി പരിശോധിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. ഏതാണ്ട് അതിന് സമാനമായ ശ്രീരാമസേനക്കാർക്കും RSSകാർക്കും ഒക്കെ പരിശോധന നടത്താവുന്ന സ്ഥിതിയിലേക്കാണ് രാജ്യങ്ങൾ പോകുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല, ഇവർക്കും ബെർത്തോൾട്ട് ബ്രെഹ്ത്തിനെ കുറിച്ചൊന്നും യാതൊരു തിരിച്ചറിവ് ഉണ്ടാവാനുള്ള സാധ്യതയുമില്ല. ഇപ്പോൾ ഗോസംരക്ഷണത്തിൻ്റെ പേരിൽ ഗോസംരക്ഷകർ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതുപോലെ ഗോസംരക്ഷകരായി ഇനിയിപ്പോൾ സാംസ്കാരിക പോലീസുകാർ മറ്റേ പല ഇസ്ലാമിക രാജ്യങ്ങളിലുമുള്ള മതപ്പോലീസ് ഉണ്ടല്ലോ, ആ മതപ്പോലീസ്, സദാചാര പോലീസ് ഇപ്പോൾ തന്നെ ഉണ്ട്, ഉത്തർപ്രദേശിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥിതിയിലേക്ക് രാജ്യം പോകുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ്. ഒരു കാര്യം കൂടി പറയട്ടെ. കുറെ കാലം മുമ്പാണ് പാകിസ്ഥാനി കവയിത്രിയായിട്ടുള്ള ഫഹമിദ റിയാസ് എഴുതിയത്
ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, നിങ്ങളും അതിവേഗം ഞങ്ങളെപ്പോലെ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന്. മോദി ഗവൺമെൻറ്റിന് കീഴിൽ ഇന്ത്യ അതിവേഗം പാകിസ്ഥാനെ പോലെ എന്ന് പറഞ്ഞുകൂടാ, താലിബാൻ്റെ അഫ്ഗാനിസ്ഥാനെ പോലെയായി മാറിക്കൊണ്ടിരിക്കുന്നു. സിനിമ പാടില്ല, പാട്ട് പാടില്ല, സംഗീതം പാടില്ല, ഇതെല്ലാം ഇവരനുവദിക്കുന്നതേ ആകാവൂ എന്ന് പറഞ്ഞാൽ എവിടേക്കാണ് ഈ രാജ്യം പോകുന്നത് എന്നതിൻ്റെ തെളിവാണത്. ചിലരൊക്കെ കേരളത്തെ പാകിസ്ഥാനായി ഇതിനകം കണ്ടും കഴിഞ്ഞു ശ്രീ രാജേഷ്. അപ്പോൾ അത് ഇതുമായിട്ട് കൂടി വായിക്കാൻ പറ്റില്ലെങ്കിൽ കൂടി ശ്രീ ദീപേഷ് തച്ചോളി, അപ്പോൾ ഇനി നിങ്ങൾ സിനിമ എടുക്കുമ്പോൾ ആലോചിക്കുക, സർക്കാരിനെതിരായി സർക്കാരിന് തർക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് ആലോചിക്കരുത്. അതായത് സർക്കാർ പല കാര്യങ്ങളിലും എതിരഭിപ്രായം വെച്ചു പുലർത്തുന്നുണ്ട്. അവരുടെ നിലപാടുകളെയും നടപടികളെയും നിങ്ങൾ വിമർശിക്കുകയോ അതിനെ സംബന്ധിക്കുന്ന ദൃശ്യങ്ങൾ പകർത്താതിരിക്കുകയോ ചെയ്യണം. എന്തൊക്കെയാണ് ഇനി പകർത്താനാകുക എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ദീപേഷ് തച്ചോളിക്ക് ഒരു ഊഹം കിട്ടിയിട്ടുണ്ടോ? അത് എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമാ പ്രവർത്തനം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ അത് ആ സമയത്ത് ആലോചിക്കുക എന്നല്ലാതെ. പക്ഷെ ഇവിടെ സംഭവിക്കപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിനിമ ചെയ്യുന്ന ഒരാളെ അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കറെ ബാൻ ചെയ്യുന്നതോടുകൂടി ഇവർ ആലോചിക്കുന്നത് ആ പ്രശ്നം അവിടെ ഇല്ലാതാവുമെന്നാണ്. അവിടെ എം വിജയൻ മാഷ് പറഞ്ഞ ആ വാക്ക് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ചോദ്യം ചോദിച്ച കുട്ടിയെ പുറത്താക്കിയാലും ചോദ്യം ബാക്കിയാവുന്നുണ്ട്. ഒരു പക്ഷേ ഇതെല്ലാം ബാൻ ചെയ്ത് നിർത്തിയാലും ആ ചോദ്യം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഈ രാജ്യത്ത് അത് മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ഞാൻ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിൽ താമസിക്കുന്നതാണ്. കണ്ണൂർ ജില്ലയെക്കുറിച്ച് ബൂർഷ്വാ മാധ്യമങ്ങൾ പറഞ്ഞു പരത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്കറിയാലോ. അതെല്ലാം വെച്ചിട്ട് കണ്ണൂർ ജില്ലയിലോ അല്ലെങ്കിൽ കേരളത്തിലോ LDF അല്ലെങ്കിൽ ഇടതുപക്ഷമോ CPM ഇന്ന് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഇതെല്ലാം തടഞ്ഞു വെച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും രീതിയിൽ പ്രചരണം നടത്തിയത് കൊണ്ടോ ഇത്തരം പ്രശ്നങ്ങളെ ഒന്നും അടിച്ചമർത്താൻ കഴിയില്ല. അത് വളരെ കൃത്യമാണ്. കലാപ്രവർത്തനം നടത്തുന്ന ഒരാൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ആൾ അത് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവർക്കെന്നും തടഞ്ഞുകൊണ്ടേയിരിക്കേണ്ടിയും വരും. അത് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം. ഞാൻ പറയുന്നത് ഈ 3 ഡോക്യുമെൻ്ററിയും അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ടതെല്ലാം ഈ രാജ്യത്ത് ജനങ്ങൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നാളെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഇന്ന് തടയാൻ കഴിയുമായിരിക്കാം. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായ എല്ലാം ഉപയോഗിച്ചുകൊണ്ട്, അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തടഞ്ഞു വെക്കാൻ കഴിയും. പക്ഷേ ഇതൊരു ജനകീയ വിപ്ലവമായി മാറുന്നത് വരെ നിങ്ങൾക്കിത് തടഞ്ഞുകൊണ്ടേയിരിക്കാനും പറ്റും. അത് തന്നെയാണ് സംഭവിക്കുന്നത്. എത്ര കാലം തടഞ്ഞു വെക്കാൻ കഴിയും? എല്ലാ പ്രശ്നങ്ങളെയും ഇങ്ങനെ തടഞ്ഞു വെച്ചാൽ എല്ലാവരും സിനിമ എടുക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ, എല്ലാവരും ഈ കാര്യങ്ങൾ പറയുന്ന ഒരു ഘട്ടം വരുമ്പോൾ നിങ്ങൾക്ക് എവിടെ തടയാൻ കഴിയും? ഇത് തടയാനൊന്നും കഴിയില്ല. ഇത് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് അധികാരം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഞാൻ പറയുന്നത് BJP മാത്രമല്ല, വലതുപക്ഷം കൃത്യമായി ഇത്തരക്കാരെ പേടിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ്. BJP അതിനൊരു പടി മുന്നിൽ നിൽക്കുന്നുണ്ടാവും എന്ന് മാത്രമേ. എന്തായാലും ഒരു ഇടവേളയിലേക്ക് കൂടി പോവുകയാണ്. ഇടവേള കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ചുരുങ്ങിയ സമയമാണ് ബാക്കി ഉണ്ടാവുക. അന്വേഷിക്കുന്നത് BJP ഇത്തരത്തിൽ സാംസ്കാരികമായ, സാഹിത്യപരമായ, സിനിമാപരമായ മേഖലകളിലൊക്കെ ഇടപെടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണെങ്കിൽ അത് കൃത്യമായി കർശനമായ ഒരു ഇടപെടലിലേക്ക് എത്തുന്ന ഘട്ടമായി ഇതിനെ കാണാനാകുമോ, അതോ ഒന്ന് പേടിപ്പിച്ചു വിടുക, ചിന്തിക്കുന്നവരെ ഒന്ന് താക്കീത് ചെയ്ത് വിടുക എന്നുള്ളതാണോ ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? കാത്തു, ഇപ്പോൾ KVS ഹരിദാസ് പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ചിലപ്പോൾ നിങ്ങളുടെ ഡോക്യുമെൻ്ററിക്ക് നാളെയോ മറ്റന്നാളോ അനുമതി കിട്ടിയേക്കാം. കാത്തു വിചാരിക്കുന്ന പോലെ ഒരു അപ്പീലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. വീണ്ടും ഒന്ന് എഴുതിയിട്ടുണ്ട്, കമൽ ചലച്ചിത്ര അക്കാദമി എഴുതിയിട്ടുണ്ട്, മനസ്സിലാക്കി തരണം എന്നുള്ളത്. അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് താക്കീത് തരികയാണ്. ഇപ്പോൾ JNUവിനെ കുറിച്ച് നിങ്ങൾ തൊട്ടതിരിക്കട്ടെ, നിങ്ങൾ ഇത്തവണ എന്തെങ്കിലും വലിയ മേഖലകളിലേക്കൊന്നും കടന്നു പോയിട്ടില്ലെങ്കിൽ അടുത്ത ചിത്രം എടുക്കുമ്പോൾ, ഇനി വലിയ ചിത്രങ്ങൾ എടുക്കുമ്പോൾ ആലോചിക്കുക എന്നൊരു താക്കീതാണപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അനുമതി തരുമ്പോൾ, വീണ്ടും തരികയാണെങ്കിൽ അങ്ങനെ ഒരു താക്കീത് മനസ്സിലാക്കിക്കൊണ്ട് ഇനി സൂക്ഷിക്കുമോ ഇത്തരം ഡോക്യുമെന്ററികൾ എടുക്കുമ്പോൾ, ഇങ്ങനെയൊന്നും വലിയ പ്രശ്നങ്ങളിലേക്ക് കടക്കാതെ? അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമ വളരെ പൊളിറ്റിക്കലായ ഒരു മീഡിയ ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതിപ്പോൾ അതിനകത്ത് ഒരു ഈ പറയുന്ന പോലത്തെ താക്കീതൊക്കെ അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയ ആണ് സിനിമയെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ താക്കീതിനെ എങ്ങനെ കാണും? ഇതൊരു താക്കീതാണെങ്കിൽ, ഇത് അനുമതി ഇപ്പോൾ തരുന്നില്ലെങ്കിൽ ഇനി എങ്ങനെയാണ് കാത്തുവിന്റെ അടുത്ത പരിപാടി? ഇതിനിപ്പം ലീഗലായിട്ട് മൂവ് ചെയ്യണം എന്ന് ആലോചിക്കുന്നുണ്ട്. അതിനകത്ത് ഞാൻ തീരുമാനം എടുത്തിട്ടില്ല, ഫൈനലൈസ് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യണം എന്ന് ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഇതോടുകൂടി ഈ പരിപാടി വെച്ച് കിട്ടില്ല? ഇല്ലില്ല, അതൊരിക്കലും ഇല്ല. ശ്രീ KVS ഹരിദാസ്, എനിക്ക് തോന്നുന്നത് ഈ കാത്തുവിൻ്റെ അടുത്ത ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കാത്തുവിന് അറിയാവുന്ന ഭാഷ ഈ സംസാരിക്കുന്നതിനേക്കാൾ
ദൃശ്യങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് നമ്മൾ കണ്ടാലേ അറിയുള്ളൂ. അപ്പോൾ ആ ഭാഷ കേട്ടിട്ട് നിങ്ങൾക്ക് മറുപടി പറയാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അത് പ്രദർശിപ്പിക്കാനുള്ള അനുമതിക്ക് ഇങ്ങനെ ഒരു താക്കീത് മുന്നിൽ ഇട്ടുകൊണ്ട് ഒരു പേടിപ്പിക്കൽ എന്തിനാണ്? ലാലെ, അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. ഞാൻ വീണ്ടും പറയുന്നു, KVS MP രാജേഷ് പറഞ്ഞതുപോലെ ശുദ്ധനാണെന്നാണ് MP രാജേഷ് പറയുന്നത്. പക്ഷേ എന്റെ അനുഭവത്തിൽ ഞാൻ പറയട്ടെ, കഴിഞ്ഞ 3 വർഷത്തെ ഒരു വിലയിരുത്തൽ KVSനെ കുറിച്ച് നടത്തുമ്പോൾ ആദ്യത്തെ വർഷത്തിനേക്കാൾ ഡിഗ്രി കൂടുന്നുണ്ട്. 3-ാം വർഷം കഴിയുമ്പോൾ അല്പ ഡിഗ്രി കൂടിയിരിക്കുകയാണ് KVSന്റെ. അത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. KVS അത് പരിശോധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ഡിഗ്രി കൂടി നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് KVSനെ അല്ല ഞാൻ കുറ്റപ്പെടുത്തുന്നത്. ഈ കേന്ദ്ര സർക്കാർ ഇങ്ങനെ പേടിപ്പിക്കുമ്പോൾ താക്കീത് എന്തിന് എന്നതാണ് എൻ്റെ ചോദ്യം. ഞാനിപ്പോഴും പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിന് അത് സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാണെങ്കിലും മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാണെങ്കിലും ഇപ്പോൾ സീതാറാം യെച്ചൂരി പ്രധാനമന്ത്രിയാണെങ്കിലും സ്വീകരിക്കാവുന്ന ചില നിലപാടുകളുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് ഭരണഘടനാനുസൃതമാണ്. കാരണം രാഷ്ട്രത്തിന് വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രത്തെ അന്തഛിദ്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന, രാഷ്ട്രത്തെ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ശ്രീ KVS ഹരിദാസ്, ഇതിന് മുൻപുള്ള പ്രധാനമന്ത്രിമാർ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ നടന്നത് ഇങ്ങനെയല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ പുതിയ സെൻസർ ബോർഡിന്റെ അധ്യക്ഷൻ വന്നിട്ട് പഹലജ് നിഹലാനി പറയുന്നത് ഈ 60 വർഷങ്ങൾക്ക് ഇപ്പുറം ഇത്രയും കാലം ഇവിടെ സിനിമകൾ സെൻസർ ഇല്ലാതെ അന്യരാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, ഇവിടുത്തെ മേളകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇനി അത് നടക്കില്ല. ഞങ്ങൾ കണ്ടിട്ട് അടുത്ത ഒരാളിലേക്ക് ഇത് പോവുകയുള്ളൂ, ഞങ്ങളുടെ തർക്ക വിഷയങ്ങളിൽ ഇടപെടും എന്ന് പറയുന്നതാണ് മനസ്സിലാകാത്തത്. ലാലി, എത്രയോ സിനിമകൾ, 100 കണക്കിന് സിനിമകൾ സെൻസർ ബോർഡ് തടഞ്ഞു വച്ചിട്ടില്ലേ? 100 കണക്കിന്. കുറേ പേര് കോടതിയിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള സുഹൃത്ത്, കൂത്തുപറമ്പിലെ സുഹൃത്ത്, ഞാൻ അദ്ദേഹത്തിന് ദീപേഷ് സിനിമ 4-5 വർഷമായിട്ട് പെട്ടിയിലിരിക്കുന്നു. അതുപോലെ എത്രയോ സംഭവങ്ങളുണ്ട്. അത് ചിലപ്പോൾ ഈ പല ആളുകളും കാണാൻ പാടില്ലാത്തതെന്നുള്ള, കുട്ടികൾ കാണാൻ പാടില്ലാത്തത്, അല്ലെങ്കിൽ പല സഭ്യമായ രീതിയിൽ അല്ലാത്തതെന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതുപോലും പാടില്ല എന്ന് പറയുന്നവരുണ്ട്. സെൻസറിങ് വേണ്ട, പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോഴാണ് അത് തടയുന്നത്. പക്ഷെ ഇപ്പോൾ തടഞ്ഞ ചിത്രങ്ങളുടെ സ്വഭാവം നോക്കൂ. JNU, കാശ്മീർ, വെമുല, ഇതൊന്നുമല്ല മുൻകാലങ്ങളിൽ വന്ന ചിത്രങ്ങളുടെ സ്വഭാവം. ഇപ്പോൾ ദീപേഷിന്റെ ചിത്രത്തിനും അതല്ല, പിതാവിനും പുത്രനും എന്നുള്ളതാണ്. അതെന്താണുള്ള പേര് സൂചിപ്പിക്കുന്നുണ്ട്. അതിന് ദീപേഷിന് പറയാനും കാര്യങ്ങളുണ്ടാകും. ഞാനിപ്പോൾ അതിലേക്കല്ല പോകുന്നത്. ഈ പറഞ്ഞ 3 വിഷയങ്ങൾക്ക് BJP സർക്കാരിന് ചില നിലപാടുണ്ട്. BJP ഇത് പല കാര്യങ്ങളിലും ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്നവരോട് കാണിച്ചത് എന്താണെന്ന് ഇവിടെ ശ്രീ MP രാജേഷ് പറഞ്ഞതാണ്. സാംസ്കാരിക നായകരുടെ കഥ പറഞ്ഞു. രാഷ്ട്രീയ രംഗത്തുള്ളവരെ ഇടപെട്ടത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നു. അപ്പോൾ ഇതൊന്നും ചെറിയ സംഭവങ്ങളല്ല. ലാലെ, ഈ അവാർഡ് തിരിച്ചു കൊടുത്ത സാംസ്കാരിക നായകന്മാരുടെ നിലവാരമൊക്കെ നമുക്കറിയാം. പലരുടെയും എന്തിനു വേണ്ടിയിട്ട് അവർ കൊടുത്തതെന്ന് നമുക്കറിയാം. ആ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. രാജേഷ് പറഞ്ഞല്ലോ, ഞങ്ങൾ BJP ദളിതനെതിരാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരാ. ഈ UP-യിലെ മണ്ഡലങ്ങൾ എടുത്ത് നോക്കില്ല രാജേഷേ. ദളിത് സംവരണമുള്ള, പട്ടികവർഗ സംവരണമുള്ള ആ ബഹുഭൂരിപക്ഷം അവരുള്ള മണ്ഡലങ്ങളിൽ നിന്നൊക്കെ ജയിച്ചു വന്നത് BJP-ക്കാരാ. 85% ന്യൂനപക്ഷങ്ങളുള്ള മണ്ഡലങ്ങളിൽ ജയിച്ചു വന്നത് BJP-യുടെ സ്ഥാനാർത്ഥികളാണ്. അല്ലെങ്കിൽ ഇത്രയും സീറ്റ് UP-യിൽ BJP-ക്ക് കിട്ടുമോ? പ്രശ്നങ്ങളുണ്ടാവും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ചില സ്ഥലത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടാവും, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതുകൊണ്ട് ഒരു ഗവൺമെന്റ്, ഒരു പാർട്ടിയും ഒരു പ്രത്യേക തരത്തിലാണെന്ന് പറഞ്ഞ് കണ്ണടച്ച് വെടിവെക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അവസാനിപ്പിക്കുന്നത് പറയുന്നത് പോലെ ഈ അവാർഡൊക്കെ കിട്ടിയവർ ഇപ്പോൾ തിരിച്ചു കൊടുത്തവരുടെ ചരിത്രം പരിശോധിക്കൂ. ആ ചരിത്രം നോക്കിയാണ് ഇപ്പോൾ ഇവരെയൊക്കെ കൈകാര്യം ചെയ്യുന്നത്. പഴയ ചരിത്രം അനുസരിച്ചൊക്കെ അവർക്ക് അവാർഡ് കൊടുത്തിട്ടുണ്ടാകാം. ഇനിയിപ്പോൾ അവാർഡ് ചിലപ്പോൾ തിരിച്ചു വാങ്ങിക്കേണ്ടി വരുന്ന ഘട്ടവും ഉണ്ടാകാം ചരിത്രം പരിശോധിക്കുമ്പോൾ. അവാർഡ് തിരിച്ചു കൊടുത്തവരെയൊക്കെ സാധാരണ ഒരു സംഘപരിവാർ സഹയാത്രികൻ ഈ ഭാഷയിൽ പുച്ഛിച്ചാൽ എനിക്ക് മനസ്സിലാവും. പക്ഷെ KVSനെ പോലുള്ള ആളിൽ നിന്ന് ഞാൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചില്ല. നയൻതാര സൈഗളിനെ പോലുള്ള ആളുകളുടെ ചരിത്രം അറിയാം എന്ന് പറയുമ്പോൾ, അല്ല രാജേഷ്, ഞാൻ നയൻതാര സൈഗളിനെ പോലെയൊക്കെയുള്ള ആളുകളെ കുറിച്ചാണ് ആകെ രാജേഷ് അങ്ങനെ പറഞ്ഞുകൂടാ. അങ്ങനെ പറയരുത് രാജേഷ്. അല്ല, താങ്കളിവിടെ പറഞ്ഞത് മാത്രമേ ഞാൻ ഉദ്ധരിച്ചുള്ളൂ. ഇവരുടെയൊക്കെ ചരിത്രം എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞാൽ ഇത്രയും പ്രമുഖരായിട്ടുള്ള
എഴുത്തുകാർ, ബുദ്ധിജീവികൾ, കലാകാരന്മാർ അവരെല്ലാം കണ്ണടച്ച് വെടിവെക്കുന്നത്, കണ്ണടച്ച് വാക്കുകൊണ്ട് മാത്രമല്ല ശരിക്കും വെടിവെക്കുന്നത് ഇവരാണ്. നരേന്ദ്ര ദാബോൽക്കറുടെയും കൽബുർഗിയുടെയും പൻസാരയുടെയൊക്കെ അനുഭവമുണ്ട്. പെരുമാൾ മുരുകന്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ആവശ്യമുള്ളപ്പോൾ തോക്കുകൊണ്ട് വധിക്കും, ആവശ്യമില്ലാത്തപ്പോൾ അല്ലാത്തപ്പോൾ വാക്കുകൊണ്ടും വധിക്കും. രണ്ടുകൊണ്ടും വധിക്കാൻ സംഘപരിവാറിന് അറിയാം. പെരുമാൾ മുരുകന് വേണ്ടി ഒരു വെടിയുണ്ട ചെലവാക്കേണ്ടി വന്നില്ല. പെരുമാൾ മുരുകനിലെ എഴുത്തുകാരനെ വാക്കുകൊണ്ട് തന്നെ വധിക്കാൻ സംഘപരിവാറിനായി. മറ്റുള്ളവരെ അതുകൊണ്ട് കഴിഞ്ഞില്ല. അപ്പോൾ വെടികൊണ്ട് ചെലവാക്കി. എത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത്, എന്നിട്ട് അവരെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സംഘപരിവാറിൻ്റെ ഒരു പ്രത്യേകത. എന്താണെന്ന് വെച്ചാൽ ബുദ്ധിജീവികൾ, ചിന്തിക്കുന്ന ആളുകൾ, കലാകാരന്മാർ ഇവരെയെല്ലാം ഇകഴ്ത്തുക, അവരെ ഏറ്റവും നികൃഷ്ടരായിട്ട് കണക്കാക്കുക. അത് ആസൂത്രിതമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിലൂടെയൊക്കെ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പിന്നെ അദ്ദേഹം പറഞ്ഞത് ദളിതർക്കെതിരാണ് അല്ല എന്നതിൻ്റെ തെളിവായിട്ട് പറഞ്ഞത് യു പിയിൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. ശരിയാണ്, ദളിതരുടെ വോട്ട് യു പിയിൽ മാത്രമല്ല പലയിടത്തും കിട്ടിയിട്ടുണ്ട്. വോട്ടിന് മാത്രമേ നിങ്ങൾക്ക് അവരെ ആവശ്യമുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. വോട്ട് കിട്ടി വാങ്ങിക്കഴിഞ്ഞ ഉടനെ ഭസ്മാസുരന് വരം കൊടുത്ത പോലെ ആയിരുന്നല്ലോ. വോട്ട് കിട്ടിക്കഴിഞ്ഞ ഉടനെ സഹാറൻപൂരിൽ ഇപ്പോൾ അവിടെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അവരെ ദളിത് ഗ്രാമങ്ങൾ ഉപേക്ഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദളിതനായ രോഹിത് വെമുലയാണ് നിങ്ങൾ രാജ്യദ്രോഹി എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വോട്ടിന് അവരെ ആവശ്യമുണ്ട്. അത് ജനാധിപത്യം നിലനിൽക്കുന്നിടത്തോളം കാലം. നിങ്ങൾ ആത്യന്തികമായിട്ട് ലക്ഷ്യം വെക്കുന്നത് ഇവരുടെയൊക്കെ ഈ ദളിതൻ്റെയൊക്കെ മുൻപ് പോയി കൈകൂപ്പി വോട്ട് വാങ്ങേണ്ട സാഹചര്യം തന്നെ ഇല്ലാതാക്കുന്നതിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർമ്മിക്കണം. നിങ്ങളെ നയിക്കുന്ന പ്രത്യയശാസ്ത്രം ഏതാ? മനുസ്മൃതിയുടേതാണ്. മനുസ്മൃതി പറയുന്നത് എന്താണെന്നറിയോ? മനുസ്മൃതി പറയുന്നത് ദളിതനെയും സ്ത്രീയെയും നിരീശ്വരനെയും കൊല്ലുന്നത് കുറ്റമല്ല എന്നാണ്. അതാണ് ദാബോൽക്കർ മുതൽ രോഹിത് വെമുല വരെയുള്ള ആളുകളെ കൊല്ലുന്നതിലൂടെ നിങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ദളിതനെയും അതുപോലെ സ്ത്രീയെയും നിരീശ്വരനെയും കൊല്ലുന്നത് കുറ്റമല്ല എന്ന് എഴുതി വെച്ചിട്ടുള്ള മനുസ്മൃതിയെ ഏറ്റവും വലിയ നീതിശാസ്ത്രമായിട്ട് ആഘോഷിക്കുന്നവർ, ആ മനുവിൻ്റെ പ്രതിമ BJP അധികാരത്തിൽ വന്നപ്പോൾ രാജസ്ഥാനിലെ ഹൈക്കോടതി വളപ്പിൽ സ്ഥാപിച്ചവർ, വെറുതെയല്ല അവിടുത്തെ ജഡ്ജി മൈലിൻ്റെ ഉദാഹരണം പറഞ്ഞതും പശു അമ്മയാണ് എന്ന് പറയുന്നതൊക്കെ. ആ മനുവിൻ്റെ പ്രതിമയാണ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ആ മനുസ്മൃതിയെ ഭരണഘടനയേക്കാൾ വലുതായിട്ട് കണക്കാക്കുന്ന ആളുകൾക്ക് ഇവരെയൊക്കെ കൊല്ലാൻ വല്ല പ്രയാസമുണ്ടോ? നിങ്ങൾക്കിപ്പോൾ ഒരു അസൗകര്യമുണ്ട്, ദളിതൻ്റെ വോട്ടുകൂടി ആവശ്യമുണ്ട്. ആ ഒരു അസൗകര്യം കൂടി ഇല്ലാതാക്കുന്നതിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, എന്തായാലും ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് മാത്രമേ പറയാൻ സാധിക്കുന്നുള്ളൂ. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ നിശബ്ദരായിരിക്കുന്ന കാത്തുവിനെ പോലുള്ളവർ വലിയ ചിത്രങ്ങളുമായി ഇതിന് മറുപടി പറയാൻ ഇനിയും ഉണ്ടാകും. അപ്പോഴും നിശബ്ദരായിരിക്കുന്ന വലിയ സിനിമാക്കാർ ഈ ചെറിയ നിരോധനങ്ങൾ കണ്ടിട്ടും എന്തുകൊണ്ടാണ് ആ നിശബ്ദത തുടരുന്നത് എന്നതാണ് മനസ്സിലാകാത്തത്. ഇനിയും പാകിസ്ഥാനിലേക്ക് അയക്കാൻ ഇവിടെയുള്ള ചില സാംസ്കാരിക പുതുനായകന്മാർ തയ്യാറാകുമെന്ന് പേടിച്ചിട്ടാണോ ഇവർ ഇപ്പോൾ നിശബ്ദരായിരിക്കുന്നത് എന്നാണ് ന്യൂസ് ആൻഡ് വ്യൂസിന് സംശയം. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ MB രാജേഷ് MP, ശ്രീ KVS ഹരിദാസ്, ശ്രീ ദീപേഷ് തച്ചോളി, കാത്തു ലൂക്കോസ്, കമൽ.